ഒരിക്കൽ പോലും പള്ളിയെ വിട്ട് ദൈവം എല്ലാ സൺഡേയിലും വരുന്ന ഒരു അപൂർവ മനുഷ്യൻ, ജെം ഓഫ് ദ പേഴ്സൺ. ആ ഇടവകയെ താങ്ങി നിർത്തുന്ന മിടുക്കൻ, ദശാംശം കൊടുക്കുന്നവൻ. പക്ഷേ ഈ മനുഷ്യൻ തൻ്റെ പഞ്ചപാവം ഭാര്യയെ വഞ്ചിച്ചിട്ട് നയാഗ്രയിൽ ബിസിനസ് ടൂറാണെന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വർഷത്തിൽ 4 തവണ ഭാര്യയല്ലാത്ത ഒരുവളുടെ കൂടെ മക്കള് 4 ഈ മനുഷ്യൻ, തന്നെ ജീവനിട്ട് സ്നേഹിക്കുന്ന ഭാര്യയെ വഞ്ചിച്ചിട്ട് വിവാഹിതനായ മനുഷ്യൻ വർഷത്തിൽ 4 തവണ, അവിചാരിതമായിട്ടല്ല, പ്ലാൻ ചെയ്ത് 4 തവണ ഭാര്യയല്ലാത്ത ഒരുവളുടെ കൂടെ കഴിയും. അങ്ങനെ കഴിയുന്ന ഒരു ദിവസമാണ് ഈ ബാഗ് കളഞ്ഞു പോയത്. അയാൾ ആ ബാഗ് മുഴുവൻ തിരിച്ചു തന്നു. 5 പൈസ പോലും വക്രിച്ചെടുത്തിട്ടില്ല. പക്ഷേ 5 പൈസയുടെ കള്ളത്തരമില്ലാത്ത ഈ മനുഷ്യന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വലിയൊരു പാപം മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ഇല്ലാത്തൊരിടവക, ആ ഇടവക സ്വപ്നം കാണാൻ അച്ഛന് പോലും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വലിയ നന്മകളുടെ താഴെ വലിയൊരു അഴുക്ക് പമ്മിയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 12 വർഷമായി അയാൾ തൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ട് ആ പാവപ്പെട്ട മിടുക്കിയായ പെണ്ണിന് ഒരിക്കലും സംശയം തോന്നിയിട്ടില്ല. ഒരു ലൂപ്പ് ഹോൾ പോലും അവശേഷിപ്പിച്ചിട്ടില്ല. ഒരു ഫോൺ കോളോ, ഒരു റാൻഡം ഫോൺ കോളോ, ഒരു മെസ്സേജോ, ഒരു കമ്മ്യൂണിക്കേഷനോ, ഒരു വാട്സപ്പ് ഫോട്ടോയോ ഒന്നും വന്നിട്ടില്ല. 3 മാസം കൂടുമ്പം പച്ചയായി ഭാര്യയെ വഞ്ചിച്ചിട്ട് ഇയാള് ബിസിനസ് ടൂറിന് പോകും. 5 പൈസയുടെ കള്ളത്തരമില്ല. 5 പൈസയുടെ കള്ളത്തരമില്ല. ദൈവഭയത്തിന് ഒരു കുറവുമില്ല. ആ പള്ളിയിലെ ഇടവകയിലെ ജെം ഓഫ് ദ പേഴ്സൺ ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ നന്മകളുടെ താഴെ ഭീകരമായ ഒരു അഴുക്ക് പമ്മിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ഇനിയും നിനക്ക് ഈ വചനം ഈ ശുശ്രൂഷയിരിക്കുന്ന സകലർക്കും വേണ്ടിയിട്ടുള്ളതാണ്. 82 വയസ്സുള്ളൊരമ്മ 2 മാസം മുമ്പ്, കൃത്യം 2 മാസം പോലും ആയിട്ടില്ല, ചങ്ങനാശ്ശേരിയിൽ വലിയ പള്ളിയിൽ ഇരിക്കുമ്പം ഓടിക്കുമ്പസാരിക്കാൻ പറഞ്ഞു. ഈ അമ്മയുടെ അനുവാദത്തോടെ, ഒന്നുമല്ല എങ്കിലും അനുവാദത്തോടെ ഞാനൊരു കാര്യം പറയും. ഈ അമ്മ പറയുക, ഷാജി അച്ഛാ, എൻ്റെ വിവാഹത്തിന് 7 ദിവസം മുമ്പ് എനിക്കൊരു പാപം ഉണ്ടായി. ഞാനതിന് 2 ദിവസം മുമ്പ് കല്യാണ കുമ്പസാരമൊക്കെ നേരത്തെ നടത്തി. പിന്നീട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് 2.5 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ കുഞ്ഞായി, കുഞ്ഞിൻ്റെ മാമോദിസയായി. അച്ഛാ, 82 വയസ്സ് വരെ എൻ്റെ മനസാക്ഷിയെ നീറ്റുന്ന ഒരഴുക്കും വെച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അമ്മ ഇതുവരെ കുമ്പസാരിച്ചില്ലേ? ഇല്ലച്ചോ, എനിക്ക് സാധിച്ചില്ല. ഈ കാലം മുഴുവൻ എൻ്റെ അച്ഛ, എൻ്റെ പിള്ളേരോട് ഞാൻ ഒത്തിരി ഭക്തിമാർഗം പറഞ്ഞു, ഒത്തിരി ഉപദേശിച്ചു. പക്ഷേ കല്യാണത്തിൻ്റെ 7 ദിവസം മുമ്പുള്ള ഒരു അഴുക്ക് ഇന്ന് വരെ ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ കഴിഞ്ഞിട്ടില്ല. 83 വയസ്സുള്ള കാലിന് ചട്ടുള്ള ഒരപ്പൻ എന്നോട് ഹൃദയം തുറന്ന് പറയുകയാണ്. അപ്പൻ്റെ അനുവാദത്തോടെ ഞാനിത് പറയുന്നത് കേട്ടോ, അച്ചാച്ചൻ്റെ അനുവാദത്തോടെ. 33 വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ ഒരു അബോർഷൻ, തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഭാര്യയെ നിർബന്ധിച്ച് നശിപ്പിച്ചു കളഞ്ഞു. 2ാമത്തെ കുഞ്ഞിനെ നശിപ്പിച്ചു. 3ാമത്തത് ഒരു പെണ്ണായിരുന്നു. അവളുടെ വിവാഹത്തിന് ശേഷം അവളുടെ കുഞ്ഞിനെ ഒരു പ്രത്യേക കാരണത്താൽ വളർച്ച ശരിയല്ലെന്ന് പറഞ്ഞ് നശിപ്പിച്ചു. ഇയാൾ പറഞ്ഞു, എൻ്റെ പിള്ളേരെ പോലും ഞാൻ കളഞ്ഞിട്ടുണ്ട്, പിന്നെയാണോ നിങ്ങളെന്ന് പറഞ്ഞ് അയൽക്കാരെ അബോർഷന് പ്രേരിപ്പിച്ചു. 5 അബോർഷൻ നടത്തിയ മനുഷ്യൻ 33 വയസ്സിന് ശേഷം 50 വർഷം ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ കരുണയോർത്ത് കരഞ്ഞിട്ടില്ല. ജീവിതം മുഴുവൻ തിക്കുമുട്ടലും ഭാരവും നിരാശയും അലർജിയുമായിട്ട് ആ മനുഷ്യന്റെ പോയി. 83-ാം വയസ്സിലെ അച്ചാച്ചൻ എനിക്കും 50, 56, 58, 56 വയസ്സിലൊക്കെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, എൻ്റെ മോനെ ഷാജി അച്ഛാ, ഇനി എന്നെങ്കിലും അച്ഛനെ കാണുമെന്ന് എനിക്കറിയില്ല, എന്നെ കണ്ടില്ലെങ്കിൽ ഓർത്തേക്കണം, ഞാൻ മരിച്ചത് സമാധാനത്തിലാണ്. 50 വർഷം അകത്തഴുക്കും വെച്ചുകൊണ്ട് ജീവിച്ചു. ദൈവത്തിൻ്റെ മുഖശോഭയിൽ ഇരിക്കാതെ നമുക്കൊരിക്കലും നമ്മുടെ അഴുക്ക് പിടികിട്ടത്തില്ല. ദൈവത്തിൻ്റെ മുഖശോഭയിൽ ഇരിക്കാതെ മനുഷ്യന്റെ പഞ്ചാര വർത്താനം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് ആൾക്കാർ പറഞ്ഞു പറ്റിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുഖശോഭയിൽ ഇരിക്കുമ്പം നമ്മുടെ അഴുക്ക്, രഹസ്യപാപങ്ങൾ വെളിപ്പെട്ട് കിട്ടും. പലരെക്കാളും മെച്ചമാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, സാത്താൻ ആദ്യം മുതൽ ഭൂമിയിൽ കൊയ്ത്താരംഭിച്ചത്, പൂരിപ്പിക്കാമെങ്കിൽ പൂരിപ്പിക്ക്, ഭൂമിയിൽ സാത്താൻ കൊയ്ത്താരംഭിച്ചത് പച്ചക്കള്ളത്തരം പറഞ്ഞല്ല. പച്ചക്കള്ളത്തരം പറഞ്ഞാൽ ബുദ്ധിമാനും വിശുദ്ധരുമായ മനുഷ്യരെ കിട്ടില്ലെന്ന്
വിക്രമനായ സാത്താന് നല്ല ഉറപ്പാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാവോ? സാത്താൻ കൊയ്ത്ത് ആരംഭിച്ചത് പച്ചക്കളത്തരം പറഞ്ഞല്ല, പകുതി സത്യം പറഞ്ഞ. ഈ പറഞ്ഞതെല്ലാം പകുതി സത്യമാ. അവൻ ആദ്യം പറഞ്ഞതും പകുതി സത്യമാ. ഈ പഴം തിന്നാൽ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും. പഴം പറിച്ചു തിന്നപ്പോൾ പകുതി നടന്നു, കണ്ണു തുറന്നു, ദൈവത്തെ പോലായില്ല. പകുതി സത്യമിട്ട് മനുഷ്യരെ വഞ്ചിക്കും. നമ്മളോട് പറയുന്നത് പകുതി ശരിയാ. പല മനുഷ്യരെക്കാളും പല കാര്യങ്ങളിലും മെച്ചമാണ് നമ്മൾ. പകുതി സത്യമാണ്. പകുതി സത്യത്തിൽ നമ്മൾ വീണുപോകും. ജോബ് 15:15 എന്നൊന്ന് വായിച്ചേ. വലിയ കാര്യം. അവിടുത്തെ ദൃഷ്ടിയിൽ സ്വർഗം പോലും നിർമ്മലമല്ല. അവിടെ സ്വർഗം നിർമ്മലമല്ലെന്നല്ല അർത്ഥം. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ മറ്റൊന്നും നിലനിൽക്കുന്നില്ല. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? ഇവിടെയാണ് നമ്മുടെ ഒരു പാപ്പരത്തം കിടക്കുന്നത്. നമ്മൾ നോക്കിയ ഒരു 50 നോമ്പ്, നമ്മൾ അർപ്പിച്ച 3 ജപമാല, നമ്മുടെ ഒരു ഇച്ചിരി പോകുന്ന ഒരു നന്മ, ഒരു കരുണക്കൊന്ത, ഇതൊക്കെ നമ്മുടെ വലിയ വിശുദ്ധിയായിട്ട് നമ്മൾ എടുക്കുക. ഇതൊന്നുമല്ല വിശുദ്ധി. ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കണ്ടെത്തുന്നതാണ് വിശുദ്ധി. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് നമ്മുടെ കവചം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും നോബിളസ്റ്റായ ഒരു വചനം, ഞാനാണ് എൻ്റെ വിശുദ്ധിയെ പ്രതി ഞാൻ നിങ്ങളോട് ക്ഷമിക്കുമെന്ന വചനമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രതിയല്ല, കുരിശിൻ്റെ വഴിയെ പ്രതിയല്ല, ഞാനാണ് എൻ്റെ വിശുദ്ധിയെ പ്രതി. ചില ആൾക്കാർ ഞാൻ എന്നെ ഓർത്ത് ഞാൻ അങ്ങോട്ട് ക്ഷമിക്കുക. ചില അമ്മച്ചിമാർ പറത്തില്ലേ, എന്നെ പ്രതി ഞാൻ നിങ്ങളോട് അങ്ങ് ക്ഷമിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ വഴക്കടിക്കാനൊന്നും ഞാനില്ല, ഞാൻ എന്നെ ഓർത്ത് അങ്ങ് ക്ഷമിക്കുക. ദൈവത്തിൻ്റെ വിശുദ്ധി കൊണ്ടാണ് നമ്മളെ മൂടുന്നതെന്ന് നമ്മളെല്ലാവരും മറക്കും. നമ്മുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്നത് ഇപ്പം ഞാൻ അർപ്പിച്ച കുർബാനയുടെ മഹത്വം, ഞാനെടുത്ത് ഏറ്റെടുത്ത നന്മയുടെ മഹത്വം, ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് നമ്മുടെ കവചം. അതുകൊണ്ടാണ് ഞാൻ വിശുദ്ധിയെ കവചമാക്കും എന്ന് ബൈബിൾ പറയുന്നത്. വലതുകരം ഉയർത്തി പറയുമ്പോൾ ഹല്ലേലൂയ. വിശുദ്ധിയെ കവചമാക്കുമെന്ന് പറയുമ്പം നമ്മുടെ 1-2 പ്രവൃത്തികളുടെ വിശുദ്ധിയല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് നമ്മളെ മറയ്ക്കും. ശക്തനായ ഒരുവൻ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, നമ്മളെ ഒരാൾ തല്ലാൻ വന്നാൽ അയാൾ മറച്ചു പിടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വിശുദ്ധി എൻ്റെ അശുദ്ധിയെ മറയ്ക്കുമെന്നാണ് ബൈബിൾ പറയുന്നത്. അത് തിരിച്ചറിയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? സ്വരമുയർത്തി പറയാമോ ഹല്ലേലൂയ? എൻ്റെ സഹോദരങ്ങളെ, 1-തരം പ്രസംഗകനായിരുന്നു യെശയ്യാ. യെശയ്യാ 1-തരം പ്രസംഗകനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-തരം പ്രസംഗകനായിരുന്നു അദ്ദേഹം. 5-ാം അധ്യായം 18-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ, എൻ്റെ പൊന്നെ, ഇതുപോലെ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെ ബൈബിളിൽ കാണത്തില്ല. നല്ല തീർത്ത് അലക്കി പ്രസംഗിക്കും. 1-തരം പ്രസംഗം. പ്രസംഗത്തിന് നമ്മൾ മാർക്കിട്ടാൽ 10-ൽ 10 കൊടുക്കും. എന്നാ ഭാഷയാ, എന്തൊരു സാഹിത്യമാ, എന്തൊരു രൂപകമാ, എന്തൊരു ഇമേജറിയാ, എന്തൊരു കോഞ്ചുഗേഷനാ, എന്ത് രസത്തിലാണ് വാക്കുകൾ പറയുന്നത്. തിന്മയെ നന്മയാക്കുന്നവർക്ക് ദുരിതം, അനീതിയെ കയറുകൊണ്ട് വലിച്ചിഴയ്ക്കുന്നവർക്ക് ദുരിതം, ഇരുട്ടിനെ വെളിച്ചമെന്ന് വിളിക്കുന്നവർക്ക് ദുരിതം, വെളിച്ചത്തെ ഇരുട്ടാക്കുന്നവർക്ക് ദുരിതം, അനീതിയെ നമുക്കത് ഭയങ്കര രസമാണ്. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായം 18-ാം വാക്യം തൊട്ട് യെശയ്യായുടെ അടിപൊളി പ്രസംഗം കിടപ്പുണ്ട്. യെശയ്യായുടെ അടിപൊളി പ്രസംഗം കിടപ്പുണ്ട്. ഒരുമിച്ച് പറയാമോ ഹല്ലേലൂയ? എല്ലാവരും ചേർന്ന് പറ ഹല്ലേലൂയ. പ്രസംഗമെല്ലാം കഴിഞ്ഞ് പ്രസംഗം കേട്ടവരോ നെഞ്ച് പൊട്ടി പിളർന്നു പോയി കാണും. രാജാക്കന്മാർക്ക് ദുരിതം, അനീതി പ്രവർത്തിക്കുന്നവർക്ക് ദുരിതം, ദുഷ്ടർക്ക് ദുരിതം. പ്രസംഗം കേട്ട സകല മനുഷ്യരുടെയും നെഞ്ച് പെടഞ്ഞു കാണും. ഇച്ചിരി ദുഷ്ടതയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇച്ചിരി അനീതി കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? യെശയ്യാ പ്രവാചകൻ പമ്പരം കറങ്ങുന്ന പോലെ സർവരുടെയും മുഖത്ത് നോക്കി പറഞ്ഞു, കട്ടവർക്ക് ദുരിതം, മോട്ടിച്ചവർക്ക് ദുരിതം. ഇച്ചിരി കക്കാത്തവരും മോട്ടിക്കാത്തവരൊക്കെ ഉണ്ടോ? എല്ലാവരുടെയും നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. 1-തരം പ്രസംഗം, അടിപൊളി പ്രസംഗം. കേട്ടവരൊക്കെ കത്തി നീറിപ്പോയി. ഓ, സൂപ്പർ പ്രസംഗമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസംഗം കഴിഞ്ഞ് യെശയ്യാ ദേവാലയത്തിൽ വന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വന്നപ്പം മുട്ടുകുത്തിയെടുത്ത് എന്തോ എഴയുന്നത് കണ്ട് നോക്കിയപ്പം മുട്ടുകുത്തിയെടുത്ത് എന്തോ ഇഴയുന്നത് കണ്ട് നോക്കിയപ്പം
ദൈവപിതാവിൻ്റെ വസ്ത്രാഞ്ചലം കമ്പിളിപ്പൊതപ്പ് പോലെ ദേവാലയം മുഴുവൻ പരന്നിരിക്കുന്നു. ദൈവപിതാവിൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിലാണ് മുട്ടുകുത്തിയതെന്ന് യെശയ്യാ മനസ്സിലാക്കി. ഈ വസ്ത്രത്തിൻ്റെ അറ്റത്തേക്ക് നോക്കിയപ്പം തമ്പുരാനെ ഒരു ഏണിപ്പടിയിൽ എന്ന വണ്ണം ദൂതന്മാർ ഇറങ്ങുന്നു, കയറുന്നു. സകല നാവുകളും Thou art holy, thou art holy, നീ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് മാത്രം പാടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ വിശുദ്ധരെ? ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മഞ്ഞുമഴയിൽ കുളിച്ചപ്പോൾ ബാക്കി പറ. കുളിച്ചപ്പം പരിശുദ്ധിയാൽ നിറഞ്ഞപ്പോൾ ദൈവത്തെ ഉദ്ഘോഷിച്ചപ്പോൾ മഹത്വം നിറഞ്ഞപ്പോൾ ഇന്നലെ കൈനീട്ടി കണ്ടവരെയും കേട്ടവരെയും ചുറ്റും നിന്നവരെയും രാജാക്കന്മാരെയും ഒക്കെ കൈ ചൂണ്ടി ഈ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് ദുരിതം, നീ പിഴച്ചു, നിനക്ക് പാപം, നിനക്ക് ദുഷ്ടത, നീ അശുദ്ധൻ, നിനക്ക് കർത്താവിൻ്റെ ക്രോധം വരുന്നു, നിനക്ക് ദുരിതമെന്ന് പമ്പരം പോലെ കറങ്ങിപ്പറഞ്ഞ ഈ മനുഷ്യൻ, ഒരൊറ്റ മനുഷ്യനെയും വെറുതെ വിടാഞ്ഞ ഈ മനുഷ്യൻ ആ നീട്ടിയ കൈ ആദ്യമായി മടക്കി തിരിച്ച് തൻ്റെ നെഞ്ചോരം വെച്ചിട്ട് യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം ഈ മനുഷ്യൻ ആദ്യമായിട്ട് പറഞ്ഞു, എനിക്ക് ദുരിതം. ഇന്നലെ വരെ തെറ്റ് ചെയ്ത മനുഷ്യരെ ഒന്നും വിട്ടില്ല, അതിനകത്ത് കാര്യമുണ്ട്. സകല മനുഷ്യരെയും വെച്ചലക്കി. പറഞ്ഞതെല്ലാം സത്യവാ, പക്ഷേ പറഞ്ഞത് സ്വന്തം ചങ്കിനെ കീറാതെ പറഞ്ഞു. ഈ മനുഷ്യൻ ദേവാലയത്തിൽ വന്നപ്പോൾ ആദ്യമായി നീട്ടിയ കൈ മടക്കിയിട്ട് സ്വന്തം നെഞ്ചത്ത് വെച്ചിട്ട് പിടഞ്ഞിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് ദുരിതം, കാരണം ഞാൻ അശുദ്ധനാണ്. അശുദ്ധരായ മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്ന ഒരു അശുദ്ധനാണ് ഞാൻ. അപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? എഴുന്നേക്ക്. സോറി, ക്ഷമിക്കണേ. ഇവിടെ ഞാനീ പറയുന്ന ഒന്നും ഇവിടെ പറയുന്നതല്ലെന്ന് ഞാൻ ക്ഷമിക്കണം നിങ്ങൾ കേട്ടോ. ദൈവം ഇവിടെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കർത്താവ് പറഞ്ഞു, യെശയ്യാ നീ ഒന്ന് എഴുന്നേക്ക്. നിനക്കിപ്പം മനസ്സിലായോ? നിന്റെ പൂത്ത പ്രസംഗം ഒന്നും ഒരു ചുക്കുമല്ലെന്ന് മനസ്സിലായോടാ? പള്ളിയിലെങ്ങാനും ഒതുങ്ങിപ്പോയൊരു 4-15 ദിവസം പോയി പ്രാർത്ഥിച്ചിട്ട് മേലാ പ്രസംഗിക്കുന്നതിന് മുമ്പ് പോയി ഒതുങ്ങിയിരുന്നിട്ട് വാ. പോയി കുരിശുമലയിൽ പോയി 15 ദിവസം പ്രാർത്ഥിച്ചിട്ട് വാ. ദൈവം ഒരിക്കലും അത് പറഞ്ഞില്ല. ഇതാ ബൈബിളിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഞാൻ അശുദ്ധനാണെന്ന് ഈ പടുപാപി ഏറ്റു പറഞ്ഞപ്പം അവൻ്റെ മേലെ, അവൻ്റെ ചുമലിൽ ദൈവം ഒന്നും ചുമത്തിയില്ല. നിങ്ങൾക്കിത് കേട്ടിട്ടൊന്നും തോന്നുന്നില്ലേ? ദൈവം ഒന്നും ചുമത്തിയില്ല, ഒരു ശിക്ഷയും പറഞ്ഞില്ല. പകരം ദൈവം, God has given an onus, a responsibility to the angel. ദൈവം ഒരു ഉത്തരവാദിത്വം ദൂതന് കൊടുത്തു. നീ പെട്ടെന്ന് പറക്ക്, കൊടിലെടുക്ക്, കനലെടുക്ക്, ജടുതിയിൽ തിരക്കിട്ട് ഓടി വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ തൊട്ടിട്ട് നീ അവനെ വിശുദ്ധീകരിക്ക്. ഇതാ ബൈബിളിൻ്റെ നമ്മുടെ കണ്ണ് നിറഞ്ഞത് പോകുന്ന ഇവിടെയാ. പാപിയാണെന്നൊരുവൻ ഏറ്റു പറയുമ്പം നമ്മുടെ ചുമലിൽ കുരിശ് വെച്ച് തരുന്നവനല്ല. പാപിയാണെന്ന് ഏറ്റു പറയുമ്പം വലിയ ഭാരം ഏൽപ്പിച്ച് നമ്മളെ കുരിശുമല കയറിയിട്ട് നീ വാ എന്ന് പറയുന്നവനല്ല. പിന്നെയോ ദൂതനോട് ദൈവം പറയുന്നു, നീ പോയി കൊടിലെടുത്തുകൊണ്ട് വന്ന് എൻ്റെ കുഞ്ഞിനെ വിശുദ്ധീകരിക്കുക. എൻ്റെ വിശുദ്ധരെ, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദൂതനെന്ന് വെച്ചാൽ ദൈവസാന്നിധ്യം തന്നെയാ. എന്ന് വെച്ചാൽ our God takes the initiative to sanctify us. നമ്മുടെ ദൈവം തന്നെ മുറിഞ്ഞും കരഞ്ഞും നമ്മളെ വിശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് ബൈബിള് പോലെ ഒരു ദൈവസ്നേഹം ഭൂമിയിലില്ല. ദൈവം തന്നെ മുറിഞ്ഞും പറന്നും കരഞ്ഞും കിതച്ചും എന്നെ വിശുദ്ധീകരിക്കും. എൻ്റെ പാപത്തിന് പകരം ഞാൻ എന്നെക്കൊണ്ട് ചുമടെടുപ്പിച്ചില്ല, എന്നെക്കൊണ്ട് മല ചുമപ്പിച്ചില്ല. ഓർത്താൽ എൻ്റെ പാപങ്ങൾ മാമലകളെക്കാൾ വലുതാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. നീ ചുമന്ന് നശിച്ച് എൻ്റെ മുമ്പിൽ വന്ന് എഴഞ്ഞ് കരഞ്ഞ് പിടഞ്ഞ് തുലാഭാരം ചെയ്ത് നീ എനിക്കൊരു പദം വരുമ്പം നിൻ്റെ പാപം പൊറുക്കാമെന്ന് പറയുന്ന ദൈവമല്ല ക്രിസ്തു. അവിടുന്ന് തന്നെ മുറിഞ്ഞ് തീക്കനലായി ചങ്ക് മാറ്റി എൻ്റെ നാവിൽ വെച്ച് നിന്നിട്ട് എന്നെ വിശുദ്ധീകരിക്കും. ഇതുപോലെ ഒരു ദൈവത്തെ അശുദ്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും ക്രിസ്തു ഒരിക്കലും എൻ്റെ മേലെ ഭാരം ചുമത്തുന്നില്ല. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. സ്പെയിനിലെ
ഒരു കത്തോലിക്ക ദേവാലയത്തിൽ ഒരു ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ വന്നു. ആ സ്പെയിനിലെ ആ ദേവാലയത്തിൻ്റെ പ്രത്യേകത 5-8 വർഷമായിട്ട് ഇവിടെ ഒരു അച്ഛൻ തന്നെ. അപ്പം നമ്മുടെ ഇവിടുത്തെ പോലെ അല്ലല്ലോ, 5-8-10 വർഷമായിട്ട് ഒരേ അച്ഛൻ തന്നെ. അപ്പം അവൻ്റെ 14 വയസ്സ് തൊട്ട് അവൻ കുമ്പസാരിക്കാൻ തുടങ്ങിയതാണ്. അവന് ശരീരത്തിലെ ഒരു പാപം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കൗമാരപ്രായമല്ലേ, പക്ഷെ അച്ഛൻ ഇവൻ്റെ 14 വയസ്സ് തൊട്ട് ഇത് കേൾക്കുന്നതാ. അപ്പം നിങ്ങൾക്കറിയാമോന്ന് എനിക്കറിയില്ല, പാപം മോചിക്കാൻ മാത്രമല്ല, പാപം മോചിക്കാനും പിന്നെ എന്തിനുള്ള അധികാരമാണ് കിട്ടിയത്? പാപം മോചിക്കാനും ബന്ധിക്കാനും അധികാരമുണ്ട് ശിഷ്യന്മാർക്കും വൈദികർക്ക്. നിങ്ങളത് ഒരുപക്ഷെ കേട്ട് കാണില്ല. അതായത് എല്ലാ കുമ്പസാരത്തിലും നമ്മുടെ പാപം മോചിക്കപ്പെടണമെന്നില്ല. പക്ഷെ നമുക്കത് മനസ്സിലാകാത്തത് ഈ നമ്മുടെ ആയുസ്സിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാറില്ല. നിങ്ങൾക്ക് പിടികിട്ടിയോ? പാപം മോചിക്കാനും ബന്ധിക്കാനും അധികാരമുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ ചെറുക്കൻ അല്ല മിടുമിടുക്കൻ സിനിമാ സ്റ്റാറിനെ പോലുള്ള ഈ പയ്യൻ അവനവൻ്റെ ശരീരത്തിലെ പാപം കുമ്പസാരിച്ചപ്പം ഇവനീ 14 വയസ്സ് തൊട്ട് എന്നും ഈ പാപം തന്നെയാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, പൊന്നുകുഞ്ഞെ നിനക്ക് അനുതാപം ഇല്ലേ ഒട്ടും? നീ ഈ പാപം തന്നെ ചെയ്ത് മുടിയാൻ പോവുകയാണോ? ഇത്തവണ ഏതായാലും നിനക്കൊരു അനുതാപം ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് നിൻ്റെ പാപം ഞാൻ മോചിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് വിട്ടു. ഇവൻ്റെ ചങ്കങ്ങോട്ട് പിടയാൻ തുടങ്ങി. അവനെൻ്റെ ഉള്ളുകൊണ്ടങ്ങ് പൊട്ടിക്കരഞ്ഞു. അവനോർത്ത്, എൻ്റെ തമ്പുരാനെ, എൻ്റെ പള്ളിയിൽ എൻ്റെ പ്രായത്തിലുള്ള പലരും എത്തി നോക്കുന്ന പോലുമില്ല. എത്തി നോക്കിയാൽ തന്നെ അവർ കുമ്പസാരിക്കാറില്ല. ഞാൻ എൻ്റെ ചങ്ക് പൊട്ടിപ്പിടഞ്ഞ്, എൻ്റെ തമ്പുരാനെ, പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ കൈ കയറിൽ ചരടിൽ കെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ശരീരത്തിലെ ഒരു പാപം എനിക്ക് വന്നുപോയി. ഇവനിങ്ങനെ അവൻ്റെ പള്ളിയുടെ പുറകിൽ നിന്ന് അച്ഛനങ്ങ് എഴുന്നേറ്റ് പോയി. ഒരു മഞ്ഞുകാലമായിട്ട് പോലും ഈ ചെറുക്കൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി കുമ്പസാരത്തിൽ അവൻ്റെ പാപം ബന്ധിക്കപ്പെട്ടു, അതായത് മോചിക്കപ്പെട്ടില്ല. ഈ ചെറുക്കനോർത്ത്, എൻ്റെ തമ്പുരാനെ, ഞാൻ എന്നാ പറയും തമ്പുരാനെ, എൻ്റെ വ്യക്തിത്വം അങ്ങ് ചളുങ്ങിപ്പോകുന്നല്ലോ. ഇവൻ ഇങ്ങനെ നിന്ന് കരയുമ്പം അവനൊരു കാഴ്ച കണ്ടെന്നാണ് പറയുന്നത്. അവൻ്റെ കണ്ണുനീരിൻ്റെ തിരശീലയ്ക്കിടയിലൂടെ നോക്കിയപ്പം അവനൊരു കാഴ്ച കാണുകയാണ്. ദേവാലയത്തിൻ്റെ നടുവൾത്താരയിൽ ആണിപ്പഴുതിൽ ഉടക്കിക്കിടക്കുന്ന കൈകളാൽ കാണപ്പെട്ട ക്രൂശിതനായ പൊന്നുതമ്പുരാൻ ആണിപ്പഴുതിൽ നിന്ന് കൈ അടർത്തി മാറ്റിയിട്ട് ഈ ചെറുക്കൻ, ഈ മകൻ നോക്കുമ്പം അവൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ക്രൂശിതൻ്റെ കൈ നീണ്ടു വരുന്നു. അവൻ നോക്കുമ്പം അവൻ്റെ കണ്ണീർ തിരശീലയുടെ നടുവിലൂടെ അവൻ കണ്ടു. തൻ്റെ തലയ്ക്ക് മുകളിൽ മിശിഹായുടെ മുറിവേറ്റ കരം. അവൻ്റെ ചെവിയിൽ അവൻ്റെ ശബ്ദം കേട്ടു, എൻ്റെ മോനെ, എൻ്റെ പൊന്നുകുഞ്ഞേ, ഏതഴുക്കിൽ നിന്നും എൻ്റെ മുത്തേ, എൻ്റെ പൊന്നുകുഞ്ഞെ, കുളിക്കാതെയും നനയ്ക്കാതെ പോലും നിനക്ക് എഴുന്നേറ്റ് എൻ്റെ ഹൃദയത്തിലേക്ക് വരാം. എൻ്റെ മുറിവേറ്റ ഹൃദയത്തിൽ പൊന്നുകുഞ്ഞെ, നിനക്കുള്ള സ്ഥലം ഒരിക്കലും ആരും അടയ്ക്കുകയില്ല. ഏതഴുക്കിൽ നിന്നും പൊന്നുകുഞ്ഞെ, നിനക്കെഴുന്നേറ്റ് എൻ്റെ ഹൃദയത്തിലേക്ക് വരാം. എൻ്റെ ഹൃദയത്തിൽ നിനക്കുള്ള സ്ഥാനം, ഒരു പായ വിരിക്കാൻ ഒരു സ്ഥലം നിനക്കെന്നും കാണും. ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവത്തിൻ്റെ ആ കരുണയുള്ള സ്നേഹവും കയ്യും കണ്ട ചെറുക്കൻ പൊട്ടിക്കരഞ്ഞലറിക്കൊണ്ട് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തൻ്റെ നേരെ നീണ്ടുവന്ന ആ കരത്തിൻ്റെ ഓർമ്മയിൽ ശരീരത്തിൽ നിരന്തരം തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന അവന് ദൈവത്തിൻ്റെ കരുണ വന്ന് നിറഞ്ഞപ്പം പാപം ഉപേക്ഷിക്കാൻ പറ്റി. അവൻ്റെ കൈ കെട്ടിയിട്ടിട്ട് അവന് നടന്നില്ല, മുട്ടയിൽ എഴഞ്ഞിട്ട് നടന്നില്ല, ഇഷ്ടമുള്ള ഭക്ഷണവും വൈനും ഉപേക്ഷിച്ചിട്ട് അവനെ നടന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ നനവും സ്നേഹത്തിൻ്റെ നിറവും കണ്ടപ്പം ആ മിടുക്കം പയ്യന് ശരീരത്തെ മെല്ലെ വിശുദ്ധീകരിക്കാൻ പറ്റി. ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമുക്ക് പാപമുണ്ടെന്നും അഴുക്കുണ്ടെന്നും സമ്മതിക്കുമ്പോൾ തന്നെ വിശുദ്ധി ആരംഭിക്കും. എൻ്റെ കൂടപ്പിറപ്പുകളെ, പക്ഷെ നമുക്ക് സാധിക്കാത്തൊരു കാര്യം, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമുക്ക് അഴുക്കുണ്ടെന്നും നമ്മുടെ വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണെന്നും നമുക്ക് പലർക്കും സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ജെറമിയായുടെ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ മലിനയല്ല, കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് നീ പറയുന്നു. എൻ്റെ കുഞ്ഞെ, നിനക്ക് ഇതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ മലിനയല്ല, കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന് നീ പറയുന്നു. താഴ്വരയിൽ പതിഞ്ഞ പാപ്പച്ച താഴ്വരയിൽ പതിഞ്ഞ കാലടിപ്പാടുകൾ പാപ്പച്ചൻ്റെതല്ലേ? സാലിമേ, ഇവിടെ വന്ന് ഈ കാലടിപ്പാടുകൾ കുഞ്ഞെ നിൻ്റെതല്ലേ?
നീ ഇവിടെ വന്നില്ലെന്ന് എങ്ങനെ നിനക്ക് പറയാൻ പറ്റും? ജെറമിയ 2:13 എത്ര മധുരമാ. ഞാൻ മലിനയല്ല, എനിക്ക് കുറവൊന്നുമില്ലെന്ന് നീ പറയുന്നു. പക്ഷേ ഈ പതിഞ്ഞ ഇവിടേക്ക് വന്ന ഈ കാലടിപ്പാടുകൾ നിൻ്റേതല്ലേ? ചെയ്ത കുറ്റം സമ്മതിക്കുക. ബൈബിളിൻ്റെ പ്രമേയം മുഴുവൻ എൻ്റെ കുറ്റം ജെറമിയ പ്രവാചകൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നീ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. ഈ വചനമെന്ന് പറയുമോ? നീ 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 ഏറ്റുപറഞ്ഞാൽ എല്ലാവരും പറയും, നീ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. നീ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. ഒരുമിച്ച് പറയാമോ? എല്ലാവരും പറ, നീ ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. എന്ന് വെച്ചാൽ അങ്ങാണ് എൻ്റെ വിശുദ്ധി എന്ന് നമുക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായത്. അങ്ങാണ് എൻ്റെ വിശുദ്ധി എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വിശുദ്ധി ആരംഭിക്കും. ദൈവത്തെ കൂടാതൊരു വിശുദ്ധി നമുക്കില്ല. നമ്മൾ കണ്ണുകൊണ്ട് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വിശുദ്ധി ആയില്ല. നമ്മുടെ ശരീരം കൊണ്ട് പിഴയ്ക്കാത്തപ്പോൾ വിശുദ്ധി ആയില്ല. ഞാൻ കോപിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം വിശുദ്ധി ആയില്ല. ഞാൻ ഒത്തിരി ചൂടാകാത്ത മനുഷ്യനാണ്, വളരെ സോബറായിട്ടൊരു പേഴ്സണാലിറ്റിയാണ്, നല്ല കാര്യം. പക്ഷെ അത് വിശുദ്ധിയല്ല, ഒരിക്കലും വിശുദ്ധിയല്ല. വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങാണ് എൻ്റെ വിശുദ്ധി, അങ്ങാണ് എൻ്റെ പരിച, അങ്ങാണ് എൻ്റെ ഓഹരി എന്ന് പറയുന്ന സമർപ്പണമാണ്. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാക്കാത്തിടത്തോളം പാപം ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. നമ്മൾ പാപമൊട്ട് സമ്മതിക്കാനും പോകുന്നില്ല. നമ്മൾ പാപമൊട്ടും സമ്മതിക്കാനും പോകുന്നില്ല. എൻ്റെ വിശുദ്ധരായവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളൊരു വലിയ പാപികളാണോ? ഇപ്പോൾ ഈ യൂദാ തദ്ദേവസിൻ്റെ പള്ളി വന്നിരിക്കുന്ന നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് 1-2 പേരെ കൊന്നിട്ടുള്ളവരെന്ന് കരമുയർത്താവോ? അയ്യോ, ആരുമില്ലേ? 2-3 പേരെ കൊന്നിട്ടുള്ളവരെന്ന് കരമുയർത്താവോ? ആരുമില്ലേ ഇവിടെ? 100-ലധികം വ്യഭിചാരം ചെയ്തിട്ടുള്ളവരെന്ന് കരമുയർത്താവോ? ചേടാ, ആരുമില്ലേ ഇവിടെ? കോടിയിലധികം മോഷ്ടിച്ചിട്ടുള്ളവരെന്ന് കരമുയർത്താവോ? അതുമില്ലേ? അപ്പം നോക്കിയേ, കടുത്ത പാപികൾ ഇവിടില്ല. നമ്മളാരും കടുത്ത പാപികളല്ല. നമ്മളാരും കടുത്ത പാപികളല്ല. ഇനി ഒരു സാമാന്യം നല്ല മനുഷ്യനല്ല ആണെന്ന് നിങ്ങളുടെ അച്ഛന് തോന്നിയില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്നെ വിളിക്കുമായിരുന്നോ? അപ്പം ഞാനൊരു സാമാന്യം നല്ല മനുഷ്യനാണ്. നമ്മളെല്ലാം സാമാന്യം നല്ല മനുഷ്യരാ. 2 കരങ്ങളും ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. വെറും പിഴകെട്ടവരല്ല, ഒരിക്കലുമല്ല. അത് വലിയ സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. വെറും അമ്മയുടെ അപ്പൻ്റെ ശാപം വലിച്ചു വാങ്ങിയവരോ, നിരന്തരം പോയി വ്യഭിചരിക്കുന്നവരോ, ഇങ്ങനെയൊക്കെ കട്ടും മോട്ടിച്ചും മാത്രം ജീവിക്കുന്നവരോ, കൊന്നും തൊലച്ചും മാത്രം കഴിയുന്നവരോ അല്ല. നമ്മൾ സാമാന്യം നല്ല മനുഷ്യരാ. അഭിമാനത്തോടെ പറ ഹല്ലേലൂയ. കൈ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ. എൻ്റെ വിശുദ്ധരെ, ഞാൻ സാമാന്യം നല്ല മനുഷ്യനാണ് എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നൊരു മനുഷ്യനാണ്. എൻ്റെ സ്നേഹം അറിഞ്ഞവർ എന്നെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ഒരുപാട് സ്നേഹിക്കാൻ അഭിഷേകമുള്ള ഒരാളാണ്. അപ്പം ഞാൻ നല്ലൊരു മനുഷ്യനാണ്, സാമാന്യം. പക്ഷേ നമ്മുടെ നന്മകളുടെ താഴെ നമ്മുടെ പാപം പമ്മിയിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. നമ്മുടെ നന്മകളുടെ താഴെ പറ, നമ്മുടെ നന്മകളുടെ താഴെ നമ്മുടെ പാപം, ഒരു പഠനമായതുകൊണ്ട് അങ്ങനെ പറയിപ്പിക്കും, നമ്മുടെ നന്മകളുടെ താഴെ നമ്മുടെ പാപം പമ്മിയിരിക്കും. ബൈബിളിൽ പറഞ്ഞത് കുറ്റികളുടെ ഇടയിൽ, ഞാൻ മറന്നുപോയി, കുറ്റികളുടെ ഇടയിൽ എന്ന് പറഞ്ഞൊരു വചനമുണ്ട്. കുറ്റികളുടെ ഇടയിൽ, ഞാനത് പറഞ്ഞ് നിങ്ങൾക്ക് തരാം. എന്താ? കുറ്റികൾക്കിടയിൽ അല്ല, കുറ്റികളുടെ ഇടയിൽ ഡാഷ് ഒളിഞ്ഞിരിക്കുന്ന പോലെ പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം, അതുകൊണ്ട് പറയും. അപ്പം ശരിക്കും നമ്മുടെ നന്മകളുടെ ഇടയിൽ പാപം ഒളിഞ്ഞിരിക്കും. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഒരുമിച്ച് പറ ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞാൻ ഒറ്റ നിമിഷം കേട്ടോ. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയ്ക്ക് പാപം ഉറയ്ക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഓട്ടച്ചാട്ടങ്ങൾക്കിടയിൽ, ഒരുപാട് നന്മ ചെയ്യാനുള്ള ഓട്ടച്ചാട്ടങ്ങൾക്കിടയിൽ പാപം മറഞ്ഞിരിക്കുന്നു, ഉറച്ചിരിക്കുന്നു. പ്രഭാഷകൻ 27:2. ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം. ഞാനൊരു പള്ളിയിലായിരുന്നു 12 വർഷം. എത്ര വർഷം? ഞാൻ ചോദിക്കുന്നത് എല്ലാവരും ഒന്ന് ഉണർന്നിരിക്കാൻ പറഞ്ഞു കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നമ്മൾ എല്ലാവരും എഴുതിയെടുക്കുന്നില്ല, നമ്മുടെ മനസ്സിൽ വചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുമിച്ച് പറയാമോ? 12 വർഷം ഞാനൊരു പള്ളിയിലായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആയുസ്സിൻ്റെ 10-1 കൂടുതൽ ഒരു പള്ളിയിലായിരുന്നു. ഒരു കൊച്ചു പള്ളിയിൽ 70 വീട്ടുകാർ മാത്രമുള്ള പള്ളിയിൽ
ഞാൻ സൈക്കോളജി പഠിച്ചിട്ടാണ് ചെന്നത്. അപ്പോൾ ചെന്നപ്പം എനിക്ക് അവരോട് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഈ ക്രിസ്മസിന് ഒരു ഓഗസ്റ്റിൽ സെപ്റ്റംബറിലാണ് ചെല്ലുന്നത്, ഈ ക്രിസ്മസിന് എല്ലാവർക്കും ഇച്ചിരി മിഠായി കൊടുത്തേക്കാന്ന് ഓർത്തു. ചുമ്മാതെ പിള്ളേരെ കളിപ്പിക്കുന്ന മിഠായിയൊന്നുമല്ല, ഈ പുട്ടുകുടം പോലിരിക്കുന്ന മിഠായില്ലേ, ഇത്രയും പുട്ടുകുടം പോലിരിക്കുന്ന മിഠായില്ലേ, 5-6 രൂപയാണ് വില. അങ്ങനത്തെ 2-3 മിഠായി വെച്ച് ഞാൻ എല്ലാവർക്കും കൊടുത്തു. ഒരു ഭയങ്കര സന്തോഷമായിപ്പോയി, ഭയങ്കര സന്തോഷം. ഞാൻ മിഠായി മേടിച്ചതേ ഒരു സൂസമ്മ ഭയങ്കര കരച്ചിൽ, എൻ്റെ ഷാജി അച്ഛാ, എൻ്റെ ഷാജി അച്ഛാ. ഞാൻ പറയും, നാണക്കേടായിപ്പോയല്ലോ സൂസമ്മയെ, മിഠായി മേടിച്ചിട്ട് ചിരിച്ച് സന്തോഷിക്കുന്നവർ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. സൂസമ്മ അങ്ങ് പുറത്ത് പോയിട്ട് ഇരുന്നങ്ങ് ഏങ്ങലടിക്കുക. സൂസമ്മയെ നാണക്കേടായിപ്പോയല്ലോ സൂസമ്മയെ, എന്നാ പറ്റിയ സൂസമ്മയെ? അപ്പോൾ സൂസമ്മ പറയുക, ഷാജി അച്ഛാ, എൻ്റെ നേരാങ്ങളെ ഗൾഫിൽ പോയിട്ട് 14 വർഷമായി. ആ ചെറുക്കൻ എനിക്ക് നാക്കിയ വെക്കുന്ന ഒരു മിഠായി പോലും തന്നിട്ടില്ലേ, എൻ്റെ ഷാജി അച്ഛാ, എൻ്റെ ഷാജി അച്ഛാ. ഓ, സ്നേഹം കൊണ്ടാന്ന് പിന്നെ എനിക്ക് പിടി കിട്ടിയത്. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ അടുത്ത ഈസ്റ്റർ ആകുമ്പം എല്ലാവർക്കും ഒരു സോപ്പ് കൊടുത്തേക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവർക്കും ഓരോ സോപ്പ് ഞാൻ കരുതി. ഇവിടെ കിട്ടുന്നൊരു സോപ്പല്ല, ഞാൻ വലിപ്പം പറയുകയല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോപ്പുണ്ട്. അത് യാഡിലിയുടെ സോപ്പ്. ഞാനത് ഉപയോഗിക്കത്തില്ല കേട്ടോ, പക്ഷെ എനിക്ക് കിട്ടിയാൽ ഞാൻ കൊടുക്കും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാഡിലിയുടെ ഒരു ലവണ്ടർ സോപ്പുണ്ട്, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിട്ട് കുളിച്ചാൽ ഈ ഭയങ്കര സമാധാനമാണ്. പക്ഷെ ഞാൻ പൊതുവേ അതിട്ട് എൻ്റെ ഇരിപ്പിക്കുന്ന സോപ്പ് കുളിക്കാൻ പോലും കൊള്ളാത്ത സോപ്പ്, അത് വേറെ കാര്യം. അപ്പം എനിക്ക് കിട്ടിയാൽ കൊടുക്കും. അപ്പം ഞാൻ ഒരുപാട് സമയമെടുത്ത് 10, 350, 400 സോപ്പ് ഉണ്ടാക്കി വെക്കും ഈസ്റ്ററിന്. ഹലോ, ശുശ്രൂഷയില ചോറ്റാനിക് കുരിക്കാട്. വേണ്ട, ഒന്നും വേണ്ട, നിങ്ങളിങ്ങ് വന്നാൽ മതി. വേണ്ട, എനിക്കൊന്നും വേണ്ട. നിർബന്ധമാണെങ്കിൽ 5-6 സോപ്പ് കൊണ്ടുവരൂ, ഇതാ എൻ്റെ പരിപാടി. ആരെന്നെ വിളിച്ചാലും ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് 5-10 സോപ്പ് അവരെ കൊണ്ട് ഒപ്പിച്ചെടുക്കും. അങ്ങനെ 10-400 സോപ്പ് ഇങ്ങനെ. ആരെങ്കിലും എന്നെ വിളിച്ചെന്നിരിക്കട്ടെ, അച്ഛൻ എന്തെങ്കിലും വേണോ? ഞാൻ പറയും, എനിക്കൊന്നും വേണ്ടെന്നേ. പിന്നെ ഒടി പറയും, നിർബന്ധമാണ് ഒരു കാര്യം ചെയ്തിട്ട് 5-8-10 സോപ്പ് കൊണ്ടുവരും, യാഡിലിയുടെ സോപ്പ് മേടിച്ചോളാൻ പറയും. അങ്ങനെ 10, 15, 20 പേരെ കൊണ്ട് 10-400 സോപ്പൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഒരുമിച്ച് പറയാമോ? ഹല്ലേലൂയ. ഗ്രാമത്തിലും ഈര എന്ന സ്ഥലത്തിൻ്റെ പേര്, ഈരയിലെ ഗ്രാമത്തിലും 500ഓളം ഹൈന്ദവ കുടുംബങ്ങളിൽ എല്ലാ വർഷവും 2 സോപ്പ്, ഒരു ബ്രഷ്, ഒരു ഉജാല, 5-6 മിഠായി ഒരു കൂടിനകത്താക്കി കൊടുക്കും. ബ്രഷ് കൊടുക്കാൻ കാര്യം അവർ വലുതാക്കാത്തതുകൊണ്ടൊന്നുമല്ല. ഞാൻ പല വീട്ടിൽ ചെന്നപ്പോഴും അമ്മച്ചിമാരുടെ ഈ ബ്രഷിലെ അതിൻ്റെ ആ രോമമൊന്നുമില്ല, ഇത് ഒന്ന് വിട്ട് ചുമ്മാ ഉരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എല്ലാവർക്കും ഓരോ പുതിയ ബ്രഷ്, 1-2 ബ്രഷ്, അങ്ങനെ ഗ്രാമത്തിലെ എല്ലാവർക്കും ഭയങ്കര ജീവനായിരുന്നു തന്നെ. പ്രളയം വന്നപ്പം, ശ്രദ്ധിച്ച് കേൾക്കണം, 2018 പ്രളയം വന്നപ്പം ഈരപ്പള്ളിയിൽ 80 വീട്ടുകാരേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ 3640 പരം കിറ്റുണ്ടാക്കി കൊടുത്ത് മനുഷ്യർക്ക്. ഒരു മനുഷ്യരെ പോലും ഇങ്ങോട്ട് നടത്തിയില്ല. വള്ളത്തിലും ചുമന്നും ഒക്കെ ഞങ്ങൾ ചെറുപ്പക്കാർ കൊണ്ടുപോയി എല്ലാ വീട്ടിലും കൊടുത്ത്. നിങ്ങൾ വിശ്വസിക്കും, ഒരൊറ്റ മനുഷ്യനെ പോലും പള്ളിയിലേക്ക് നടത്തിയില്ല. ഇനി ആ കൊടുത്ത കിറ്റോ, ഞാൻ കളിയാക്കുകയല്ല കേട്ടോ, ഗവൺമെൻറ് കൊടുത്ത പോലെ 50 ഗ്രാമിൻ്റെ വയറൊന്നുമല്ല. 8 കിലോ അരി, 3 കിലോ 2 കിലോ പഞ്ചസാര, ഒരു 1/2 കിലോ കാപ്പിപ്പൊടി, മുളക് പൊടി, എന്തിനേറെ പറയുന്ന കിറ്റ് തുറക്കുമ്പം മനപ്രയാസം വരാതിരിക്കാൻ അരിയൊക്കെ വെന്ത് വരണ്ടേ, അതിൻ്റെ സമയത്തിനിടയ്ക്ക് കഴിക്കാൻ കിറ്റ്കാറ്റ്, ചിപ്സ്, ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള കിറ്റ് നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? എന്നോട് അച്ചായൻ വന്ന് പറഞ്ഞു, നെഞ്ചത്തടിച്ച് പറഞ്ഞു, ഷാജി അച്ഛാ, അച്ഛൻ്റെ കിറ്റ് കിട്ടിയവരെല്ലാം നൊന്ത് ഭയങ്കര പ്രാർത്ഥനയായിരുന്നെന്ന് പറഞ്ഞ്. ഞാൻ ചോദിച്ചു, എന്താ അവർ പ്രാർത്ഥിച്ചത്? അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞ്, വർഷം പ്രളയം വരണേ. കാരണം 28-30 കിലോയുടെ കിറ്റ് അവിടെ ചെന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ നാട്ടിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പേ അവർക്ക് സോപ്പ് കൊടുത്തു. എന്നാൽ പിന്നെ ഒരു സൂപ്പോട് കൊടുത്തേക്കാന്ന് ഓർത്ത് 3-4 തവണ ജനത്തെ വിളിച്ചു വരുത്തി അവർക്ക് രാത്രിയിൽ സൂപ്പും കോഴി പൊരിച്ചതുമൊക്കെ അത്താഴം കൊടുത്തു. ജനത്തിന് കൊടുക്കാവുന്നത്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നു, കൊടുക്കാവുന്നതെല്ലാം ഞാൻ കൊടുത്തു. ഞാൻ അവിടെ നിന്ന് മാറി ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് തിരിച്ച് ഈ ഇടവകയിലേക്ക് പിന്നീട് ഒരിക്കൽ ആദ്യം വരുമ്പം, ഈ ഇടവകയിലെ ആ പാലം കയറി ഇറങ്ങി വരുമ്പം 5-8 സഹോദരിമാർ, തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സഹോദരിമാർ എന്നെ കണ്ടു. അപ്പം എല്ലാ ഹൈന്ദവ വീട്ടിലും ഞാൻ പറഞ്ഞില്ലേ, സോപ്പും ചീപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാ വർഷവും കൊടുക്കും. അതുപോലെ ക്രിസ്മസിന് പോയി വഴിക്കെല്ലാം മിഠായി കൊടുക്കും. എല്ലാവർക്കും നല്ല 1-1.5 മിഠായി, 10, 15, 20 കിലോ മിഠായി വാങ്ങിയിട്ട് ഈ കൊച്ചു ഗ്രാമത്തിൽ കൊടുക്കും. അപ്പം ഞാൻ ഈ പള്ളിയിലേക്ക് ട്രാൻസ്ഫർ കഴിഞ്ഞ് പോയിട്ട് ആദ്യമായിട്ട് തിരിച്ചു വരിക.
അവൾ തൊഴിലുറപ്പ് ചെയ്യുന്ന സഹോദരിമാരിൽ ഒരാൾ എന്നെ കണ്ട്, സരോജിനിയോ മിനിയോ ആരാണ്ട് കണ്ടിട്ട്, എടി അമ്മണി അനിമേ ഷാജിയച്ചൻ വരുന്നു. ഞാൻ പാല് ഇറങ്ങി വരികയാണ്. അപ്പോൾ അവർ പറയും, ഷാജിയച്ചാ ഞങ്ങൾ കുളിക്കുമ്പോൾ പോലും അച്ഛനെ ഓർക്കുന്നത്. ഞാൻ പറയും, മിണ്ടാരി എന്നെ ഈ പറയുന്നത് ശരിയാ. അവർ കുളിക്കുമ്പോൾ പോലും എന്നെ ഓർത്തേ പറ്റത്തുള്ളൂ. കാരണം അവിടുത്തെ സാമാന്യ ജനം, പാവപ്പെട്ട സാധാരണ ഇടവക്കാർ നല്ല സോപ്പിട്ട് കുളിച്ച് കാണും, PH ഒക്കെ ഇട്ട്. പക്ഷേ യാർഡിലിയുടെ ആ സോപ്പിട്ട് അവർ കുളിച്ചത് ഞാൻ കൊടുത്തിട്ട് തന്നെയാണ്, ഉറപ്പാണ്. അവരെന്നെ കുളിക്കുമ്പോൾ പോലും ഓർത്ത തെറ്റില്ല. പ്രിയപ്പെട്ടവരെയും വത്സലമുള്ള സഹോദരങ്ങളെ, ഞാൻ അന്നൊരു നമ്മുടെ ഒരു ജോസഫ് എന്ന പേരുള്ള ഒരാളുടെ വീട്ടിൽ കല്യാണത്തിൻ്റെ തലേന്ന് ഒരു രാത്രി ഫംഗ്ഷന് ചെന്നപ്പം ശരിക്കും കുറി തൊട്ട ഒരു ഹൈന്ദവൻ, ഒരു 37 വയസ്സുകാരൻ പിള്ളേരെ ഉമ്മ വയ്ക്കുന്നത് പോലെ, ഈ 40 അന്ന് എനിക്ക് 48 വയസ്സ് 46 വയസ്സ്, എന്നെ പിടിച്ച് 2 കവിളിലും ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചിട്ട് ആ ജനം കേൾക്ക ചെയ്ത് പറഞ്ഞു, ഷാജിയച്ചാ അച്ഛൻ ഇങ്ങ് തിരിച്ച് വരണം അച്ഛാ ഞങ്ങളുടെ നാട്ടിലേക്ക്, അച്ഛൻ ഈരെ വന്നിരിക്കണം അച്ഛാ, ഞങ്ങളുടെ മുത്ത അച്ഛാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും 3-ാം സ്വർഗത്തിലേക്ക് അങ്ങ് പറന്നുപോയി. കാരണം ആൾക്കാരെല്ലാം നിൽക്ക ചെയ്ത് ഈ ഹൈന്ദവ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, അച്ഛാ ഞങ്ങളുടെ നാട്ടിലേക്ക് വരണം അച്ഛാ, അച്ഛൻ തിരിച്ചിങ്ങി പോരച്ചാ, അച്ഛൻ ഇവിടെ വന്നിരിക്കച്ചാ. സാധാരണ അച്ഛന്മാർ പോകുമ്പം 2-3 പിള്ളേരും 3-4 അമ്മച്ചിമാരും അവിടെ നിന്നിട്ട് പറയും, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അങ്ങനെ പറയുമെങ്കിലും പോയി കഴിയുമ്പോൾ അവർ തന്നെ പറയും, അങ്ങേര് പോയത് നന്നായി എന്ന് പറയും. ഇത് ട്രാൻസ്ഫർ കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ഒരു ജനത പറയുക, അവരുടെ മണ്ണിലേക്ക് തിരിച്ചു വരണം, അവരുടെ മണ്ണിൽ തന്നെ ജീവിച്ച് മരിക്കണമെന്ന്. ഇതെല്ലാം കേൾക്കുമ്പോൾ അച്ഛന് വരാനിടയുള്ള വലിയ ഒരു അപകടമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് കേട്ടെ, വളരെ ശ്രദ്ധിച്ച് കേട്ടെ. ആ ഗ്രാമത്തെ ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഇനി ലോകാന്ത്യം വരെ ഒരു അച്ഛന് കഴിയണമെന്നില്ല. ഞാനവരുടെ കക്കൂസ് കോരിയിട്ടുണ്ട്, പാഴ്മണ്ണിൽ ചെളിയിലിറങ്ങി കുളം കുത്തിയിട്ടുണ്ട്, 150-ൽ പരം മരങ്ങൾ വെച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയം പൊടിഞ്ഞ് ചെയ്യാവുന്നത് മുഴുവനും ചെയ്തു. അവർ എന്നെ ഓർത്തിരിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല. അവരോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എന്നെ തോൽപ്പിക്കാൻ ഇനി ഭൂമിയിൽ ഒരാൾക്ക് കഴിയണമെന്നില്ല. അവരെ സ്നേഹിച്ചതിൻ്റെ കാര്യത്തിൽ ഞാൻ വിശുദ്ധൻ തന്നെയാണ്. പക്ഷേ ഈരക്കാര് കണ്ടത് മാത്രമല്ല എൻ്റെ ജീവിതം. അവർ കണ്ടത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ കാരുണ്യമുഖം മാത്രമാണ്. അവർ കണ്ടത് എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ മുഖം മാത്രമാണ്. ദാറ്റ്സ് നോട്ട് ദ ഹോൾ ഓഫ് മൈ പേഴ്സണാലിറ്റി. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ മുഴുവൻ എലമെൻസും അതല്ല. ലൂക്കാ 18:22 ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ഇത് മാർപ്പാപ്പ മുതൽ അച്ഛൻ വരെയുള്ളവരുടെ ശിരസ് കുനിക്കേണ്ട വചനമാണ്. നിങ്ങൾ ഏത് വലിയവനാകട്ടെ, ഏത് വലിയ വചനപ്രഘോഷകനാകട്ടെ അടിയൻ, ബൈബിൾ പറയുക ലൂക്കാ 18:22 ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ നന്മകളുടെ അടിയിൽ പാപം പമ്മിയിരിക്കും. നമ്മുടെ നന്മകൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കബളിപ്പിക്കും, നമ്മളെയും കബളിപ്പിക്കും. നമ്മുടെ അഴുക്ക് വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നന്മകളുടെ താഴെ പമ്മിയിരിക്കും. എൻ്റെ അമ്മച്ചിമാർ പൊട്ടിക്കറിഞ്ഞിട്ടുണ്ട്, ഷാജിയച്ചാ കൈയൊന്ന് മുത്തിക്കോട്ടെ. ഭയങ്കര സ്നേഹമാണ്. ഇന്നും ഞാൻ രാവിലെ 6:40 ശുശ്രൂഷ ആരംഭിച്ചതാണ്. ഇപ്പം വരെ ഞാൻ നിന്നിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് ദൈവതമ്പുരാൻ ഈ ദിവസങ്ങളിൽ മുഴുവൻ ശുശ്രൂഷ തന്ന ദൈവത്തിന് സ്തുതി. 140 യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷ ചെയ്തു. ശേഷം 200ഓളം നേഴ്സുമാരുടെ ധ്യാനം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈരപ്പള്ളിയിൽ പോയി ഒരു കുർബാന അർപ്പിച്ചപ്പം ഒരമ്മച്ചി ഇന്നും എൻ്റെ കൈ പിടിച്ച് മുത്തിയിട്ടാണ് വിട്ടത്. ഭയങ്കര സ്നേഹമാണ്. 5-6 വർഷമായി ആ മണ്ണിൽ നിന്ന് പോയിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മ ജനം സ്വീകരിക്കും. അത് കണ്ട് നമ്മളങ്ങ് സന്തോഷിച്ച് നമ്മളങ്ങ് പരിപൂർണരാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് കഷ്ടം. നമ്മുടെ പാപം നമ്മുടെ നന്മകളുടെ താഴെ പമ്മിയിരിക്കും. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. അമേരിക്കയിൽ നമ്മുടെ ഒരു മലയാളി ചേട്ടന് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി. അയാൾ നഷ്ടപ്പെട്ട് ഓടിക്കതച്ച് കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് പെട്രോൾ പമ്പിലേക്ക് തിരിച്ചു വന്നു. അവിടെ വെച്ചെങ്ങാണ്ടാണ് പോയതെന്നൊരു തോന്നൽ. പെട്രോൾ പമ്പിൽ തിരിച്ചു വന്നപ്പം പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന എത്യോപ്യക്കാരൻ പറഞ്ഞു, ചേട്ടാ യു ഡോണ്ട് വറി, യുവർ ബാഗ് ഈസ് സേഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് അനദർ മലയാളി ചേട്ടൻ. മറ്റൊരു മലയാളി ചേട്ടൻ്റെ കയ്യിൽ ചേട്ടൻ്റെ ബാഗ് ഇരിപ്പുണ്ട്.
അപ്പം ഈ ചേട്ടൻ അങ്ങ് അത്ഭുതപ്പെട്ടു. തമ്പുരാനെ, 10 പൈസ കിട്ടിയാൽ 40 പൈസ മുക്കുന്ന മലയാളി എൻ്റെ പൈസയും കൊണ്ട് എന്നെ കാത്തിരുന്നോ? അങ്ങനെ ഇയാൾ ചുറ്റും നോക്കുമ്പം മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അവിടെ ഒരു കോഫി ഷോപ്പുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഒരൊന്നാം തരം അമേരിക്കൻ കാറ് ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് കത്തി നിൽക്കുന്നു. ഈ ചേട്ടൻ വന്നപ്പം അതിൻ്റെ ഡോറ് തുറന്ന് നല്ല മമ്മൂട്ടിയെ പോലിരിക്കുന്ന ഒരു അടിപൊളി ഒരു 38 വയസ്സുകാരൻ ഒരു സൂട്ട് കേസിൽ പൈസയുമായിട്ട് വരുന്നു. ഈ ചേട്ടൻ നോക്കിയപ്പോൾ തമ്പുരാനെ, മഞ്ഞും ചവിട്ടി കഷ്ടപ്പെട്ട് ഇയാൾ കൊണ്ട് ഈ മിടുക്കൻ മമ്മൂട്ടി കൊണ്ടുവന്ന് പൈസ ചേട്ടൻ്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ചേട്ടൻ്റെ പൈസയായിരുന്നല്ലേ, നഷ്ടപ്പെട്ട് പേടിച്ചു പോയല്ലേ, പൈസ എന്നും പറഞ്ഞ് ഇവരങ്ങ് തിരിച്ചു നടന്നു. ഈ മലയാളി ചേട്ടൻ ഇവനാരാപ്പാ? മലയാളിയാണോ അതോ വല്ല ദൂതനാണോ? വേഷം മാറി വന്ന മഹാദൂതനാണോ? പൈസ തന്നിട്ട് മിണ്ടാതെ കിറുമാതെ പോവുക. ഉടനെ ഈ ചേട്ടൻ, മോനെ, ഡാ നിന്റെ പേരെന്നാടാ? പയ്യൻ പറഞ്ഞു, ചേട്ടാ, എൻ്റെ പേരറിഞ്ഞിട്ട് ചേട്ടൻ എന്നാ കിട്ടാനാ? ചേട്ടാ, ദൈവത്തിന് നന്ദി പറ, ചേട്ടൻ്റെ പൈസ സുരക്ഷിതമായിട്ട് കിട്ടിയില്ലേ, എൻ്റെ കയ്യിൽ കിട്ടിയതൊരു ഭാഗ്യം. ഇവൻ തിരിച്ചു നടക്കുക. ഈ ചേട്ടൻ പൈസ നോക്കിയിട്ട് വീണ്ടും, എടാ മോനെ, നിന്റെ ഫോൺ നമ്പർ വല്ലപ്പോഴും ഒന്ന് വിളിക്കാൻ. അപ്പോൾ അവൻ പറഞ്ഞ്, ചേട്ടനെന്തിനാ ചേട്ടാ എൻ്റെ പേര്, എൻ്റെ ഫോൺ നമ്പർ എന്തിനാ ചേട്ടാ? ഈശോയ്ക്ക് നന്ദി പറയാ ചേട്ടാ. ചേട്ടാ, ഞാൻ ഈ അമേരിക്കയിലെ ഒരു പള്ളിയിലെ കൈക്കാരനാണ് കേട്ടോ, ട്രസ്റ്റിയാ. എനിക്ക് മനുഷ്യരുടെ വിഷമമൊക്കെ അറിയാം ചേട്ടാ. ഞാൻ ദൈവത്തെ അറിഞ്ഞവനാ ചേട്ടാ. എനിക്കറിയാം ചേട്ടൻ്റെ വിഷമം. ഞാൻ ചേട്ടൻ്റെ നമ്പർ നോട്ട് ചെയ്തിരുന്നു. ചേട്ടനെ കാറിൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് വിളിക്കാൻ നിൽക്കുമ്പോഴാണ് ചേട്ടൻ തിരിച്ചു വന്നത്. ഏതായാലും ദൈവത്തിന് സ്തുതി പറ, ചേട്ടൻ്റെ പൈസ കിട്ടിയല്ലോ. അപ്പം ഇവൻ ഓർത്ത്, ഈ ചേട്ടായി ഓർത്തു, ദൈവമേ, ഇവന് നന്ദി വേണ്ട, പണം വേണ്ട, സൽപ്പേര് വേണ്ട, പ്രശംസ വേണ്ട, ഒരു ചായ കുടിക്കാൻ വിളിച്ചിട്ട് പോലും അവൻ വരുന്നത്. ശരിക്കും ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് പൊടിയും തട്ടിപ്പോകുന്ന ഒരു അപൂർവ മലയാളി. ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട് പറ, ചെയ്യേണ്ട കാര്യം ചെയ്തിട്ട്, ചെയ്യേണ്ട ധർമ്മം അനുഷ്ഠിച്ചിട്ട് ഒരു പ്രതിഫലവും വാങ്ങാതെ ഒന്ന് നിർമ്മലമായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു അപൂർവ മലയാളി. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞില്ലല്ലോ ഹല്ലേലൂയ. അപ്പോൾ ഇയാൾക്ക് തോന്നി, ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ആരോടെങ്കിലും ഇവര് ചായയെങ്കിലും കുടിക്കാൻ വന്നില്ലല്ലോ. ആ കാറിലിരിക്കുന്ന ആരാ? ആ കാറിൽ അപ്പം നിന്റെ ഭാര്യ അല്ലേടാ അത്? മോനെ, എനിക്ക് നിന്റെ കാറിൽ ഭാര്യ ഇരിക്കുന്നു. ഭാര്യയോടെങ്കിലും ഒന്ന് നന്ദി പറഞ്ഞില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമില്ല. പൊന്നുമോനെ, നിന്നെപ്പോലൊരു ഭർത്താവിനെ കിട്ടിയതിന് എനിക്ക് അവളോടെങ്കിലും ഒന്ന് നന്ദി പറയണം. അവൾ ഭാഗ്യവതിയാ. നിന്നെപ്പോലൊരു മനുഷ്യൻ 1000-ൽ 1 1000 10,000-ൽ 1 ഭൂമി കാണത്തുള്ളൂ എന്നും പറഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പം പൈസ തിരിച്ചു തന്ന മിടുക്കൻ മമ്മൂട്ടി പയ്യൻ പൊട്ടിത്തെറിച്ചു. ഐ ടോൾഡ് യു ടു ഗോ ബാക്ക്. ചേട്ടാ, പ്ലീസ് ഗോ ബാക്ക്. ഐ ടോൾഡ് യു നോ. മൈൻഡ് യുവർ ബിസിനസ് പ്ലീസ് ആൻഡ് ലിവ് മീ അലോൺ. ചേട്ടൻ്റെ പണിക്ക് പോയി ചേട്ടാ. ചേട്ടൻ ദയവായിട്ട് പുറകോട്ട് കാലെടുത്ത് വയ്ക്ക്. എൻ്റെ കാര്യം ദയവായിട്ട് എന്നെ ഒറ്റയ്ക്ക് വിട്. ചേട്ടൻ്റെ കാര്യത്തിന് പോ. ഇയാളങ്ങ് പൊട്ടിത്തെറിച്ചു. അപ്പോഴും മലയാളി ചേട്ടന് മനസ്സിലായി, ഇവൻ ഒരിക്കലും നന്ദി വേണ്ട പറ. ഉറങ്ങുന്നവർ ഉണർന്നിട്ട് പറ, നന്ദി വേണ്ട. 25 ലക്ഷം രൂപ തിരികെ കിട്ടിയിട്ട് ഉറങ്ങുന്ന മനുഷ്യരെ ഞാൻ ആദ്യം കാണുക. 25 ലക്ഷം രൂപ തിരികെ കിട്ടിയിട്ടും നിങ്ങൾ ഉറങ്ങുകയാണോ? ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ ഉറക്കെ പറ ഹല്ലേലൂയ. നമ്മുടെ ഉറക്കം വിട്ടു പോകട്ടെ, ശരിക്കും ഈ ശുശ്രൂഷ നഷ്ടപ്പെടുത്തരുത്. ഒരുമിച്ച് പറ ഹല്ലേലൂയ. നിങ്ങൾ 5ഓളം പേര് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, തമാശയായിട്ട് പറഞ്ഞില്ല, വിഷമമൊന്നുമില്ല. പക്ഷേ ശുശ്രൂഷ നഷ്ടപ്പെടുത്തരുത്. ഇതിൽ കൂടുതൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ ഒരുമിച്ച് പറ ഹല്ലേലൂയ. ഈ ചേട്ടൻ മനസ്സിലാക്കി, ഇവൻ ഒരിക്കലും നന്ദിയും വേണ്ട, പേരും വേണ്ട പറ, പ്രശസ്തിയും വേണ്ട പറ. ഉറങ്ങുന്നവരോട് പറ, നന്ദിയും വേണ്ട, പേരും വേണ്ട. എനിക്ക് നിങ്ങളെ ഉറങ്ങുന്നവരെ കാണാൻ പറ്റും, ഇങ്ങനെ ഇത്രയും പൊങ്ങി നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് നിങ്ങളെ അവഹേളിക്കുകയല്ല, എല്ലാവരും ഈ ശുശ്രൂഷ സ്വീകരിക്കുക. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും, ഈ ദിവസം തന്നെ കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ഒരുമിച്ച് പറ ഹല്ലേലൂയ. അപ്പം ഈ ചേട്ടൻ മനസ്സിലാക്കി അവന് ശേഷം അദ്ദേഹം കമ്പ്യൂട്ടറിൽ ചെന്നിട്ട് അമേരിക്കയിലെ പള്ളികളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കി. അപ്പം അമേരിക്കയിലെ ഒരു മുന്തിയ പള്ളിയുടെ കൈക്കാരനാണ് ഇവൻ. ഭയങ്കര സന്തോഷമായി. അവിടുത്തെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ജെയിംസ് അച്ഛൻ്റെ കൈക്കാരൻ ലോറൻസ് എനിക്ക് വലിയൊരു നന്മ ചെയ്ത് എൻ്റെ ജീവിതം മുഴുവൻ പോയിരുന്നു. എൻ്റെ പൈസ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനായിരുന്നു. എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട പൈസയെല്ലാം അച്ഛൻ്റെ കൈക്കാരൻ തിരിച്ചു തന്നു. ഉടനെ അച്ഛൻ പറഞ്ഞു, ഹീസ് എ ജെം ഓഫ് ദ പേഴ്സൺ. എൻ്റെ മോനെ, എൻ്റെ കൈക്കാരൻ എൻ്റെ ഇടവകയുടെ ധനവാ.
സച്ച് എ ക്ലീൻ മാൻ. അത്രയ്ക്കും എനിക്ക് ആ പുള്ളിയൊക്കെ ഇല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് നാട് വിട്ട് പോയേനെ. അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ്, നല്ല ദൈവഭയമുള്ളവൻ. സന്തോഷം വെച്ചാ അച്ഛൻ്റെ കൈക്കാരം മൂലം എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന് ഫോൺ വെച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ അവരുടെ ഡയറക്ടറിയിലൂടെ, പാരീഷ് ഡയറക്ടറിയിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പം ഫാമിലി ഫോട്ടോയിൽ അന്ന് കാറിൽ കണ്ട പെണ്ണിൻ്റെ ഫോട്ടോയല്ല, ഈ ഫാമിലി ഫോട്ടോയിൽ ഭാര്യയുടെ സ്ഥാനത്ത്. പിന്നീട് അന്വേഷിച്ചപ്പം ഇയാൾക്കൊരു രഹസ്യം മനസ്സിലായി. 5 പൈസയുടെ കള്ളത്തരം കാണിക്കാത്ത മനുഷ്യനാ. ഇടവകയിലെ ചാരിറ്റി മുഴുവനും നടത്തുന്ന മനുഷ്യനാ. ഒരിക്കൽ പോലും പള്ളിയെ വിട്ട് എല്ലാ സൺഡേയിലും വരുന്ന ഒരു അപൂർവ മനുഷ്യൻ, ജെം ഓഫ് ദ പേഴ്സൺ. ആ ഇടവകയെ താങ്ങി നിർത്തുന്ന മിടുക്കൻ, ദശാംശം കൊടുക്കുന്നവൻ. പക്ഷേ ഈ മനുഷ്യൻ തൻ്റെ പഞ്ചപാവം ഭാര്യയെ വഞ്ചിച്ചിട്ട് നയാഗ്രയിൽ ബിസിനസ് ടൂറാണെന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വർഷത്തിൽ 4 തവണ ഭാര്യയല്ലാത്ത ഒരുവളുടെ കൂടെ മക്കൾ 4 ഈ മനുഷ്യൻ തന്നെ ജീവനിട്ട് സ്നേഹിക്കുന്ന ഭാര്യയെ വഞ്ചിച്ചിട്ട് വിവാഹിതനായ മനുഷ്യൻ വർഷത്തിൽ 4 തവണ, അവിചാരിതമായിട്ടല്ല, പ്ലാൻ ചെയ്ത് 4 തവണ ഭാര്യയല്ലാത്ത ഒരുവളുടെ കൂടെ കഴിയും. അങ്ങനെ കഴിയുന്ന ഒരു ദിവസമാണ് ഈ ബാഗ് കളഞ്ഞു പോയത്. അയാൾ ആ ബാഗ് മുഴുവൻ തിരിച്ചു തന്നു. 5 പൈസ പോലും വക്രിച്ചെടുത്തിട്ടില്ല. പക്ഷേ 5 പൈസയുടെ കള്ളത്തരമില്ലാത്ത ഈ മനുഷ്യൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരിക്കലും പരിഹരിക്കപ്പെടാത്ത വലിയൊരു പാപം മറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ഇല്ലാത്തൊരിടവക, ആ ഇടവക സ്വപ്നം കാണാൻ അച്ഛന് പോലും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വലിയ നന്മകളുടെ താഴെ വലിയൊരു അഴുക്ക് പമ്മിയിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 12 വർഷമായി അയാൾ തൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ട് ആ പാവപ്പെട്ട മിടുക്കിയായ പെണ്ണിന് ഒരിക്കലും സംശയം തോന്നിയിട്ടില്ല. ഒരു ലൂപ്പ് ഹോൾ പോലും അവശേഷിപ്പിച്ചിട്ടില്ല. ഒരു ഫോൺ കോളോ, ഒരു റാൻഡം ഫോൺ കോളോ, ഒരു മെസ്സേജോ, ഒരു കമ്മ്യൂണിക്കേഷനോ, ഒരു വാട്സപ്പ് ഫോട്ടോയോ ഒന്നും വന്നിട്ടില്ല. 3 മാസം കൂടുമ്പം പച്ചയായി ഭാര്യയെ വഞ്ചിച്ചിട്ട് ഇയാൾ ബിസിനസ് ടൂറിന് പോകും. 5 പൈസയുടെ കള്ളത്തരമില്ല, 5 പൈസയുടെ കള്ളത്തരമില്ല. ദൈവഭയത്തിന് ഒരു കുറവുമില്ല. ആ പള്ളിയിലെ ഇടവകയിലെ ജെം ഓഫ് ദ പേഴ്സൺ ആണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ നന്മകളുടെ താഴെ ഭീകരമായ ഒരു അഴുക്ക് പമ്മിയിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. ഇനിയും നിനക്ക് ഈ വചനം ഈ ശുശ്രൂഷയിലിരിക്കുന്ന സകലർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇതെൻ്റെ ഒരു കണ്ടെത്തലല്ല, ബൈബിൾ പറയുക. ലൂക്കാ 18:22, കുഞ്ഞെ, ഇനിയും നിനക്ക് ഒരു കുറവ് ബാക്കിയുണ്ട്. 7ാം ക്ലാസ്സിന് ശേഷം, 7ാം വയസ്സിന് ശേഷം കഴുകപ്പെടാത്തൊരു മേഖല, നിൻ്റെ 11ാം വയസ്സിന് ശേഷം കഴുകപ്പെടാത്തൊരു മേഖല, എന്തിനാന്നേ വെള്ളവും പാത്രവും കൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നത്? എന്തിനാ വെള്ളവും കൊണ്ട് വരുന്നേ? എന്തിനാ? ഇവിടെ അല്ലടാ, ഞാൻ എത്രയോ ഇവിടുത്തെ കാര്യമേ അല്ല. പത്രോസ് നോക്കിയപ്പം ഈശോ വെള്ളവും പാത്രവും കൊണ്ട് കയറി വരുന്നു. കയറി വന്ന പാടെ അന്ത്രയോസിൻ്റെ കാല് കഴുകുന്നു. ഈ പൊട്ടൻ കാല് നീട്ടി വെച്ച് കൊടുക്കുന്നു. പത്രോസ് പറഞ്ഞു, എന്തൊരു അന്തസ്സ് കേടായത്, ഇവനൊക്കെ ഒരു ബോധവും പൊക്കണോ ഇല്ലേ? ബർത്തലോമയുടെ കാല് കഴുകുന്നു. ഇവന് ഇത്ര മണ്ടന്മാരായി പോയല്ലോ, കർത്താവിനെ കൊണ്ട് കാല് കഴിക്കുന്നു. എന്തിനേറെ പറയുന്ന പൊട്ടൻ യോഹന്നാൻ പോലും കാല് നീട്ടി വെച്ചോടി. ഇവരൊക്കെ എന്നാ മണ്ടൂസാ, ഈശോ കാല് കഴുകുന്നു, മുത്തുന്നു. പത്രോസിൻ്റെ അടുത്ത് നിന്ന് പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് മീൻനാറ്റമുള്ള കൈകളാണെങ്കിലും ഒരു ആവറേജ് അന്തസ്സുണ്ട്, നീ എൻ്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കില്ല. കർത്താവ് ആ പാത്രം താഴെ വെച്ചിട്ട് അവൻ്റെ നേർമിഴികളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ശമയോൻ, ഈ ഔദത്യമാണ് നിൻ്റെ പാപം, നിന്നെ കഴുകാനില്ല എന്ന തോന്നലാണ് നിൻ്റെ പാപം. ശമയോനെ, ഞാൻ നിന്നെ കഴുകാൻ നീ വിട്ടുതരുന്നില്ലെങ്കിൽ നിനക്കെന്നോടുകൂടെ ഒരു പങ്കും ഉണ്ടാവില്ല. ശമയോനെ, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, നിന്റെ യേശുവ കുളി കഴിഞ്ഞവനാണ് നീ, പക്ഷേ നിന്റെ പാദങ്ങളിൽ അഴുക്കില്ലെന്ന് പറയരുത്. നീ ഒരു കടുത്ത പാപിയല്ല, കുളി കഴിഞ്ഞവനാ, പക്ഷെ നിന്റെ കാലുകളിൽ അഴുക്കുണ്ട്. ക്രിസ്തു പറഞ്ഞതിൻ്റെ മൊഴികളുടെ അർത്ഥം മനസ്സിലാക്കിയ പത്രോസ് വിറച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ യേശുവാ,
എൻ്റെ കാലുകൾ മാത്രമല്ല, കരങ്ങളും ശിരസ്സും കൂടെ കഴുകണേ. ഞാൻ മുഴുവനും അഴുക്കുള്ളവനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ബൈബിളിൽ ഏറ്റവും മനോഹരമായൊരു നിമിഷമാണ്. എന്നെ കഴുകാനൊന്നുമില്ല, എനിക്കെന്താ ഇത്ര പാപമെന്ന് നമുക്കെല്ലാം തോന്നും. മറ്റ് പലരോടും തട്ടിച്ച് നോക്കുമ്പം നമ്മളൊക്കെ എത്രയോ മെച്ചമാണ്. എൻ്റെ ദൈവമേ, ഇത്രയും കോടികൾ കക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, തോന്നിയ മാസം പിഴച്ച് ജീവിക്കുന്ന മനുഷ്യർ, ഒരു മനസാക്ഷിയുമില്ലാതെ മനുഷ്യരെ നശിപ്പിക്കുന്നവർ, അതൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളൊക്കെ എത്രയോ ഭേദമെന്ന് സാത്താൻ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കും. അതിൽ സത്യം ഉണ്ട് താനും. രണ്ട് കരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. സാത്താൻ പറയുന്നതിൽ ഒരു പകുതി സത്യമുണ്ട്. ഈ ലോകത്തിൽ പലരെക്കാളും മെച്ചമാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, സാത്താൻ ആദ്യം മുതൽ ഭൂമിയിൽ കൊയ്ത്താരംഭിച്ചത്, പൂരിപ്പിക്കാമെങ്കിൽ പൂരിപ്പിക്ക്, ഭൂമിയിൽ സാത്താൻ കൊയ്ത്താരംഭിച്ചത് പച്ചക്കള്ളത്തരം പറഞ്ഞല്ല. പച്ചക്കള്ളത്തരം പറഞ്ഞാൽ ബുദ്ധിമാനും വിശുദ്ധരുമായ മനുഷ്യരെ കിട്ടില്ലെന്ന് വിക്രമനായ സാത്താന് നല്ല ഉറപ്പാ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാവോ? സാത്താൻ കൊയ്ത്താരംഭിച്ചത് പച്ചക്കള്ളത്തരം പറഞ്ഞല്ല, പകുതി സത്യം പറഞ്ഞ. ഈ പറഞ്ഞതെല്ലാം പകുതി സത്യമാ. അവൻ ആദ്യം പറഞ്ഞതും പകുതി സത്യമാ. ഈ പഴം തിന്നാൽ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും. പഴം പറിച്ച് തിന്നപ്പോൾ പകുതി നടന്നു, കണ്ണു തുറന്നു, ദൈവത്തെ പോലായില്ല. പകുതി സത്യമിട്ട് മനുഷ്യരെ വഞ്ചിക്കും. നമ്മളോട് പറയുന്നത് പകുതി ശരിയാ. പല മനുഷ്യരെക്കാളും പല കാര്യങ്ങളിലും മെച്ചമാണ് നമ്മൾ. പകുതി സത്യമാണ്. പകുതി സത്യത്തിൽ നമ്മൾ വീണുപോകും. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ഉയർത്തി പറയുമോ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ സാത്താൻ എപ്പോഴും മറ്റുള്ളവരുടെ പാപം പർവ്വതീകരിച്ചു തരും. നിങ്ങളെന്നെ കേട്ടേ, നേരെ ഇരുന്ന് കേട്ടേ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് മീഡിയ വഴി മനുഷ്യൻ്റെ പാപം അറിയാം. ആരെത്ര മോട്ടിച്ചു, എല്ലാ നെഗറ്റീവ് ഇവൻസും, സകല മനുഷ്യരുടെ അഴുക്ക് മുഴുവൻ മീഡിയ നമുക്ക് തരും. സാത്താൻ ഒരു കാര്യം മാത്രം മറച്ചു വയ്ക്കും, നമ്മുടെ പാപത്തെ തൊട്ട് കളിക്കില്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ശരിയാണോ അല്ലയോ എന്ന് പരീക്ഷിച്ച് നോക്ക്. നമ്മളെ പഠിപ്പിച്ച സാറിൻ്റെ പാപം നമുക്കറിയാം. നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഗുരുവിൻ്റെ പാപം അറിയാം. സൺഡേ സ്കൂളിൽ അധ്യാപകൻ്റെ അഴുക്ക് നമുക്കറിയാം. സാറ് വലിയ പുള്ളി കളിക്കുക. നമുക്കറിയാത്ത സാറാണോ സാറ്? അല്ലേ? നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ എന്തൊക്കെ മോട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. വില്ലേജ് ഓഫീസർ എത്ര കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് അങ്ങേരെക്കാൾ നമുക്കറിയാം. ഒറ്റ കാര്യമേ നമുക്കറിയാത്തതുള്ളൂ, നമ്മുടെ പാപം എന്താണെന്ന് സാത്താൻ വെളിപ്പെടുത്തില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ പാപത്തോട് തട്ടിച്ചിട്ട് പറയും, നീ എത്രയോ ഭേദപ്പെട്ടയാളാ, അത് പകുതി സത്യമാണ് താനും. പക്ഷേ അങ്ങനെ അവൻ നുഴഞ്ഞു കയറി നമ്മളെയും കൊണ്ടുപോകും. ഒരുമിച്ച് പറയുമോ ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഷാർജയിൽ ഒരു ശുശ്രൂഷയായ സമയത്ത് എൻ്റെ കൈയൊന്ന് മുറിഞ്ഞു. കൈ അങ്ങ് പൊട്ടി ചോര ഒഴുകി. ഞാൻ വിളിച്ചത് സെലിനെ, മോളെ സെലിനെ. ഓടി വന്നിട്ടുള്ളൂ, എൻ്റെ അച്ഛൻ്റെ കയ്യെന്ന് ചോര, അയ്യോ എൻ്റെ കസിനും കൂടാ, എൻ്റെ കയ്യെന്ന് ഒത്തിരി ചോര വരുന്നല്ലോ. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ചുമ്മാതെ വലിയ പഞ്ചാര വാക്ക് പറയാൻ പോയി ഒരു ബാൻഡേഡ് എടുത്തുകൊണ്ട് വാ. ഇപ്പോൾ ഒരാച്ചാന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് ഞാൻ നോക്കിയപ്പം ഒരു 1.5 ടൺ ബാൻഡേഡുമായിട്ട് വരുന്നത്. അവൾ നേഴ്സാണ്. ഞാൻ ചോദിച്ചു, മോളെ ഇതെവിടെ നിന്നാണ് ഇത്രയും ബാൻഡേഡ്? ഞാനിന്ന് നഴ്സിംഗ് ഹോമിൽ നിന്ന് ഇറങ്ങുമ്പം ഓരോ കൂടെ എടുത്തുകൊണ്ട് പോരും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ ഇത് പാവമല്ലേടി? ഉടനെ അവൾ പറയാം, അച്ഛന് വേണേ അച്ഛൻ്റെ കൈ കെട്ട്. അപ്പം ഞാൻ എടുക്കുന്നതാണ് ഇത്ര വലിയ കുറ്റം. അപ്പോൾ ഡോക്ടർ ആശുപത്രി മൊത്തത്തോടെ എടുത്തുകൊണ്ടാണല്ലോ പോകുന്നത്, അതിന് അച്ഛനൊന്നും പറയാനില്ലേ? ഡോക്ടർ ആശുപത്രി മൊത്തത്തോടെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പം ഞാനെടുക്കുന്ന ഈ ബാൻഡേഡിൻ്റെ കൂടാണോ ഇത്ര വലിയ തെറ്റ്? അവരൊക്കെ 10,000 കണക്കിന് മോഷ്ടിക്കുന്നു, ഞാൻ ഒരു 5,000 മോഷ്ടിച്ചതാണോ പാപം? ഇതാണോ ഇത്ര വലിയ തെറ്റ്? ഇതാണോ വലിയ കാര്യം എന്ന് സാത്താൻ നമ്മുടെ ഉള്ളിൽ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉള്ളിൽ കടന്നു കയറി അവന് ആ അധികാരം സ്ഥാപിച്ചെടുക്കും. വലതുകരം ഉയർത്തി പറയുമോ ഹല്ലേലൂയ. നമുക്കൊരിക്കലും നമ്മുടെ പാപം മനസ്സിലാക്കി തരത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യനൊരിക്കലും മനസ്സറിഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കുനിയാത്തത്. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ എളിമയെന്ന പരമപുണ്യമില്ലാത്തത്. മനുഷ്യൻ എന്ത് അഹങ്കാരികളായി കാലഘട്ടത്തിൽ. കാരണം എന്താണെന്നറിയോ? എനിക്കൊരു കുഴപ്പമില്ല എന്ന് സാത്താൻ തോന്നിപ്പിക്കുക. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും കുറവില്ലെന്ന് നീ പറയുന്നു. കൊച്ചു പയ്യന്മാർ തൊട്ട് എന്തൊരു അഹങ്കാരമാണ്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. എനിക്കൊന്നിനും കുറവില്ല, എനിക്ക് സമ്പത്തുണ്ട്, ഞാൻ ധനവാനാണെന്ന് നമ്മൾ എനിക്ക് ഒന്നും കൂടുതൽ എന്നെ കയറി ഭരിക്കാൻ ഒരുത്തനും വരണ്ട കേട്ടോ. നമുക്കറിയാം കേട്ടോ, ആരെന്നാന്നൊക്കെ നമുക്കറിയാം. കൂടുതൽ വിളയണ്ട,
നമുക്കറിയാം, നമ്മൾ അത്യാവശ്യം പള്ളിയും പട്ടക്കാരനൊക്കെ ഉള്ളവരാ. കൂടുതൽ നമ്മളെ ഭരിപ്പിക്കാൻ വരണ്ട കേട്ടോ. ഇത് തന്നെയായി പ്രശ്നം. എനിക്ക് സമ്പത്തുണ്ട്, എനിക്കൊന്നിനും കുറവില്ലെന്ന് നീ പറയുന്നു, പക്ഷേ നീ അന്ധനും നഗ്നനും ദരിദ്രനും ദയനീയനുമാണെന്ന് നീ അലോൺ, നിനക്ക് മാത്രം അറിയില്ല. അച്ഛന്മാർക്കൊക്കെ എന്തൊരു ഗതികേടെന്നറിയോ? പള്ളിയിലൊക്കെ ഫീസ്റ്റ് വരുമ്പം അയ്യോ ഷാജി അച്ഛാ ഞങ്ങളുടെ അച്ഛനോട് പറയാതിരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ഇടവകയുടെ ചങ്കാണ്, കരളാണ്, മത്തങ്ങയാണെന്നൊക്കെ പറയുമ്പം നമ്മളങ്ങ് പൊങ്ങിപ്പോകും. 10 ദിവസത്തെ വേദപാഠത്തിന് പിള്ളേർ റാലിക്ക് വിളിക്കുക, മുത്തേ ഷാജി അച്ഛ, ലക്ഷം പിന്നാലെ 38 പിള്ളേരെ ഇടവകയിൽ ആകപ്പാടുള്ളൂ. നമ്മളിതെല്ലാം കണ്ടങ്ങ് മയങ്ങുകയാണ്. നമ്മുടെ പാപം പമ്മിയിരിക്കാൻ സാത്താൻ സമ്മതിക്കും. നീ യഥാർത്ഥത്തിൽ അന്ധനും നഗ്നനും ദയനീയനും ദരിദ്രനും, സോ പത്തറ്റിക്, എത്ര നാണം കെട്ട അവസ്ഥയിലാണ് നീ എന്ന് നിനക്ക് മാത്രം അറിയില്ല. വെളിപാട് 3:17 സാത്താൻ അത് മറച്ചു കളയും. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടില്ല. ശരിക്കും ചങ്കത്ത് കൈവച്ചിട്ട് ആത്മീയ നിറവിൽ, സ്നേഹത്തിൻ്റെ നിറവിൽ ഒരിക്കലും കുറ്റപ്പെടുത്താതെ നമുക്ക് ജീവിതം പറഞ്ഞു തരുന്ന ഒരു ആത്മസ്നേഹിതനെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൈവക്ക്. ഒരിക്കലും കുറ്റപ്പെടുത്താതെ, നമ്മളെ പരിത്യജിക്കാതെ, കൈവിടാതെ, ഉള്ളുകൊണ്ട് കൂടെ നിന്ന് ചേട്ടൻ ഇന്ന കുറവുണ്ട് ഒരു മനുഷ്യനും എന്ന് പറയില്ല. സാത്താൻ ഒരിക്കലും നമുക്ക് ഫീഡ്ബാക്ക് തരില്ല പ്രിയപ്പെട്ടവരെ. പകരം ഓഫീസിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളതിൻ്റെ ഹെഡാന്നിരിക്കട്ടെ, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങൾ സന്തോഷമാണോ? നിങ്ങൾക്ക് ഈ ഓഫീസിൽ സന്തോഷമാണോ? എല്ലാവരും കൈവക്കും. നിങ്ങൾ വീട്ടിൽ ചെന്ന് ചോദിക്കേ, മക്കളോട് ചോദിക്കേ, ചാച്ചനെ കുറിച്ച് നിങ്ങൾക്ക് എന്നാ അഭിപ്രായം? ചാച്ചൻ സൂപ്പറല്ലേ? കേക്കടി പിള്ളേർ പറഞ്ഞു കേട്ടോ. ചാടാ അമ്മയെക്കുറിച്ച് പറ. അമ്മയ്ക്ക് ഇച്ചിരി കുറവൊക്കെ ഉണ്ട്. ചാച്ചൻ അത് കേട്ടങ്ങ് മയങ്ങും. അമ്മ പിന്നെ ഒറ്റയ്ക്ക് ചോദിക്കും, പിള്ളേരെ നിങ്ങൾ എന്നാ വർത്താനാ പറഞ്ഞത്? അപ്പൻ്റെ മുമ്പ് വെച്ച് അമ്മയാ മോശക്കാരി? പിള്ളേർ പറഞ്ഞ് എൻ്റെ അമ്മേ, അപ്പനോടത് പറയാൻ പറ്റുമോ? അമ്മ സൂപ്പറല്ലേ? അച്ചാച്ചൻ എന്നാ ഒരു കേട പരിപാടിയല്ലേ കാണിക്കുന്നത്? ആർക്ക് ഫീഡ്ബാക്ക് കിട്ടി? ഭൂമിയിൽ ഒരൊറ്റ മനുഷ്യനും നമ്മുടെ കുറവ് പറഞ്ഞു തരില്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഒരിക്കൽ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരമ്മ ഓടി വന്നിട്ട് മുറിയിൽ മുട്ടിയിട്ട് പറഞ്ഞു, ഷാജിയച്ച ഒന്ന് വേഗം ഇറങ്ങി വന്നേ, എൻ്റെ കുഞ്ഞിനൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. വളരെ പ്രിയപ്പെട്ട അമ്മയാണ്. ആ മകൻ എന്നെ അപ്പാന്നാണ് വിളിക്കുന്നത്. ഈ ഭയങ്കര ഇഷ്ടമുള്ള മോനാ, മിടുക്കൻ, ഗുഡ് ഡാൻസർ, നല്ല കൊമേഡിയൻ, ഒന്നാന്തരം ബാസ്കറ്റ് ബോൾ പ്ലെയർ. എൻ്റെ ഈരയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞ് എന്നെ അപ്പാന്നേ വിളിക്കത്തുള്ളൂ. ഇപ്പോൾ അവൻ അയർലൻഡിലാണ്. അവനെക്കുറിച്ചൊരു സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി പെട്ടെന്ന് കുളിച്ചിറങ്ങി, ഉള്ള മുടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഓടി വന്ന് സർട്ടിഫിക്കറ്റ് എഴുതാൻ തുടങ്ങിയപ്പം ഈ അമ്മച്ചി എന്നെ നോക്കി പറഞ്ഞു, ഷാജിയച്ച അച്ഛൻ്റെ മുഖമൊക്കെ നല്ലപോലെ വെളുത്തിരിക്കുന്നെന്ന് പറഞ്ഞു. ഏത് കാണ്ടാമൃഗത്തിനാ അങ്ങനെ കേട്ടാൽ സന്തോഷം വരാത്തത്? ഞാൻ നല്ല മനോഹരമായിട്ട് എഴുതാൻ തുടങ്ങി. ഇവൻ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ലവനാണ്, ഇവൻ്റെ സ്വഭാവത്തിന് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല. കുറേ കൂടുതൽ അങ്ങ് എഴുതാൻ തുടങ്ങി. അമ്മച്ചി എന്നോട് പറഞ്ഞില്ലേ വെളുത്തിരിക്കുന്നത്? അപ്പോൾ വീണ്ടും അമ്മച്ചി പറഞ്ഞു, ഷാജിയച്ച. അപ്പം ഞാനിങ്ങനെ ഓർത്തേ, ഈ കുളിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൈയും കാലുമൊക്കെ ഇച്ചിരൂടെ വെളുത്തിരിക്കും. അത് കഴിഞ്ഞിട്ട് 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. പക്ഷേ ഈ അമ്മച്ചി പിന്നെയും 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഷാജിയച്ച മുഖത്തൊക്കെ നല്ല വെളുപ്പാന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഞാൻ എങ്ങാണ്ട് മമ്മൂട്ടിയായി ഓർത്തിട്ട് ഞാൻ വീണ്ടും ഈ ചെറുക്കൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ലത് എഴുതി മടക്കി കുത്തി തിരിച്ച് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ തന്നെ കവറിലൊക്കെ ഇട്ട് വലിയ ആർഭാടമായിട്ട് കൊടുത്തപ്പം ഈ ചേച്ചി വീണ്ടും പറഞ്ഞു, അച്ഛൻ്റെ മുഖത്തൊക്കെ നല്ല വെളുപ്പുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴും ഇങ്ങനെ മൂന്നാമത് പറഞ്ഞപ്പം എന്തോ ഒരു തൊന്തരവ് തോന്നിയിട്ട് ഞാൻ വന്നിട്ട് കണ്ണാടി നോക്കുമ്പം എൻ്റെ കൂടപ്പുറപ്പുകളെ മുഖത്ത് നല്ലപോലെ വെളുത്തിരിപ്പുണ്ട്. എന്നാന്നറിയോ? ഇങ്ങനെ ചീകിയിട്ട് ഇങ്ങനെ വെച്ച കൂട്ടത്തിൽ മൂക്കി നിറങ്ങിയതെല്ലാം ഇങ്ങനെ പപ്പടം പോലെ പതിഞ്ഞ് ഇവിടം വരെ ഇരിക്കുക. ഇത് കണ്ടിട്ട് ഈ ചേച്ചി വെളുത്തിരിക്കുന്നു പറഞ്ഞ് അതിനനുസരിച്ച് ഞാൻ പൊങ്ങി പോവുകയാണ്. നോക്കിക്കേ, എന്തൊരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. നമുക്കൊരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല നമ്മുടെ പിഴവുകൾ. ഈ അമ്മച്ചി ഇത് നോക്കിയിട്ടാണ് പറയുന്നത്, മുഖത്ത് വെളുത്തിരിക്കുന്നു. അതിനതിന് ഞാൻ ചമഞ്ഞിരുന്ന് കുത്തി എഴുതിക്കൊണ്ടിരിക്കുക. എനിക്കെന്ത് ഫീഡ്ബാക്കാണ് കിട്ടിയത്? ഒരിക്കൽ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പം ഇപ്പം ഗവൺമെൻറ്റിൽ ഉള്ള ഒരു MLA വന്നു. MLAക്ക് വേണ്ടി ഇലക്ഷന് പാട്ടെഴുതി കൊടുത്തത് ഞാനാണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ നന്ദി പറയാൻ വന്നതാണ്. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കുളിക്കുക. പിള്ളേർ വന്നപ്പോൾ ചെറുപ്പക്കാരും, ഷാജിയച്ച MLA വന്നിരിക്കുന്നത്, കുളിച്ചിറങ്ങ്. ഞാൻ ചാടി ഇറങ്ങി. പെട്ടെന്ന് ഞാൻ ഓർത്ത്, ഈ അമ്മച്ചിയുടെ മുമ്പിൽ നാണം കെട്ടത് ഞാൻ ഓർത്തിട്ട് എൻ്റെ മൂക്കി കൈയിട്ട് കാലിട്ട് കോലിട്ട് അടുത്ത 2 ആഴ്ചക്കുള്ളിൽ വരേണ്ടതെല്ലാം ചീറ്റി പറിച്ചെല്ലാം കളഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഞാൻ പോയിരുന്നപ്പം MLA പറഞ്ഞു, ആഹാ ഷാജിയച്ച കുളിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ വന്നുകൊണ്ട് മിടുക്കൻ മന്ത്രിയാട്ടെ, ഇപ്പം അദ്ദേഹം കുളിക്കുകയായിരുന്നു. അപ്പം ഞാൻ പാർട്ടിക്കാരൻ, മാർക്സിസത്തോടൊരു ബന്ധവുമില്ല, എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമുള്ളൊരു MLA. അപ്പം അദ്ദേഹത്തിൻ്റെ നാടൊക്കെ വെച്ചൊരു പാട്ടുണ്ടാക്കി കൊടുത്തു. അദ്ദേഹം ജയിച്ചു, ഇപ്പം മന്ത്രിയാണ്. അപ്പം അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ വന്നു. ഞാൻ പറഞ്ഞു, സാറ് ഇദ്ദേഹം വന്നുകൊണ്ട് ഞാൻ ചാടി ഇറങ്ങിയതാ, മുടി പോലും ശരിക്ക് തോർന്നിട്ടില്ല.
അച്ഛൻ നല്ല കുളിച്ച് ഫ്രഷായത്. ഇച്ചിരി കഴിഞ്ഞിട്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഈ പുള്ളി പറഞ്ഞേ, അച്ഛനിപ്പോൾ ഇപ്പോഴും നല്ല കുളിച്ച് ഫ്രഷായതുപോലെ ഇരിക്കുന്ന, ഇപ്പം കണ്ടാലും അച്ഛൻ നല്ല കുളിച്ചതുപോലെ. ഞാൻ പറയും സാറേ നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കുളിച്ചിട്ട് ഇറങ്ങിയതാ. അമ്മേ അച്ഛനെ ഇപ്പം കണ്ടാലും കുളിച്ചെന്നേ തോന്നത്തുള്ളൂ, എന്ത് ഫ്രഷാന്നൊക്കെ പറഞ്ഞു. ഞാൻ അതിനെ പൊങ്ങി ചിരിച്ചു വലിയ ഗമയിലിരിക്കുകയാണ്. പോരാൻ നേരത്ത് ഈ പുള്ളി പറഞ്ഞ് ഷാജി അച്ഛനെ ഇപ്പം കണ്ടാലും കുളിച്ചിറങ്ങിയതുപോലാന്ന് പറഞ്ഞ്. ഇത് കേട്ടിട്ട് എനിക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുളിച്ചിറങ്ങിയ പോലെ ഇരിക്കുന്നത്, മുടിയുമെല്ലാം ഉണങ്ങി. ഞാൻ ചെന്ന് കണ്ണാടി നോക്കുമ്പോണ്ടല്ലോ കട്ട പിടിച്ച ഇച്ചിരി സോപ്പ് പോകാതെ ചെവിയുടെ കോണിലിരിക്കുക. അത് കണ്ടിട്ട് ഈ പുള്ളി പറയുന്നത് കുളിച്ച പോലെ. അതിനെതിരെ ഞാനങ്ങ് പൊങ്ങി പോവുകയാണ്. നോക്കിക്കേ, എന്ത് നെഗറ്റീവ് ഫീഡ്ബാക്കാ. നമ്മുടെ കുറവേതാണെന്ന് മനുഷ്യനെ നോക്കി കിട്ടുമെന്ന് കരുതിയാൽ നമുക്ക് തെറ്റിപ്പറ്റിപ്പോയി. മനുഷ്യനെ നോക്കിയാൽ നമുക്ക് അവരുടെ പാപം പിടികിട്ടും, ദൈവത്തെ നോക്കിയാൽ നമുക്ക് നമ്മുടെ പാപം പിടികിട്ടും. അതുകൊണ്ടാണ് സങ്കീർത്തനം 98 പറയുന്നത്, സങ്കീർത്തനം 98, ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ ശോഭയിൽ വെളിപ്പെട്ട് കിട്ടുന്നു. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഞങ്ങളുടെ രഹസ്യപാപങ്ങൾ, നമ്മുടെ കുറവുകൾ ആത്മസ്നേഹിതം പറഞ്ഞിട്ടോ അമ്മ തിരുത്തിയിട്ടോ തിരുത്തപ്പെടില്ല. നമ്മുടെ രഹസ്യപാപങ്ങൾ അവിടുത്തെ മുഖശോഭയിൽ പതപൊങ്ങി വരുന്നത് പോലെ വെളിപ്പെട്ട് കിട്ടും. നിങ്ങൾ മനുഷ്യനെ നോക്കിയാൽ മനുഷ്യൻ്റെ പാപം പിടികിട്ടും. സൂക്ഷിച്ച് വീക്ഷിച്ചാൽ 3 ദിവസം ഒരുത്തൻ്റെ കൂടെ കഴിഞ്ഞാൽ അവൻ ആരാണെന്ന് നമുക്ക് പിടികിട്ടും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ 5 മിനിറ്റ് ഇരുന്നാൽ അവിടുത്തെ മുഖശോഭയിൽ നമ്മുടെ രഹസ്യപാപങ്ങൾ വെളിപ്പെട്ട് കിട്ടും. 82 വയസ്സുള്ളൊരമ്മ 2 മാസം മുമ്പ്, കൃത്യം 2 മാസം പോലും ആയിട്ടില്ല, ചങ്ങനാശ്ശേരി ഒരു വലിയ പള്ളിയിൽ ഇരിക്കുമ്പം കുമ്പസാരിക്കാൻ വന്നു. ഈ അമ്മയുടെ അനുവാദത്തോടെ, പാപമൊന്നുമല്ല എങ്കിലും അനുവാദത്തോടെ ഞാനൊരു കാര്യം പറയാം. ഈ അമ്മ പറയുക, ഷാജി അച്ഛാ, എൻ്റെ വിവാഹത്തിന് 7 ദിവസം മുമ്പ് എനിക്കൊരു പാപമുണ്ടായി. ഞാനതിന് 2 ദിവസം മുമ്പ് കല്യാണ കുമ്പസാരമൊക്കെ നേരത്തെ നടത്തി. പിന്നീട് എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയില്ല. കല്യാണം കഴിഞ്ഞ് 2.5 മാസത്തിനുള്ളിൽ ഞാൻ പ്രഗ്നൻ്റായി. പിന്നെ കുഞ്ഞായി, കുഞ്ഞിൻ്റെ മാമോദീസയായി. അച്ഛാ, 82 വയസ്സ് വരെ എൻ്റെ മനസാക്ഷിയെ നീറ്റുന്ന ഒരഴുക്കും വെച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ അമ്മ ഇതുവരെ കുമ്പസാരിച്ചില്ലേ? ഇല്ലച്ചോ, എനിക്ക് സാധിച്ചില്ല. ഈ കാലം മുഴുവൻ എൻ്റെ അച്ഛ, എൻ്റെ പിള്ളേരോട് ഞാൻ ഒത്തിരി ഭക്തിമാർഗം പറഞ്ഞു, ഒത്തിരി ഉപദേശിച്ചു. പക്ഷേ കല്യാണത്തിൻ്റെ 7 ദിവസം മുമ്പുള്ള ഒരു അഴുക്ക് ഇന്ന് വരെ ദൈവസന്നിധിയിൽ ഏറ്റു പറയാൻ കഴിഞ്ഞിട്ടില്ല. 83 വയസ്സുള്ള കാലിന് ചട്ടുള്ള ഒരപ്പൻ എന്നോട് ഹൃദയം തുറന്ന് പറയുകയാണ്. അപ്പൻ്റെ അനുവാദത്തോടെ ഞാനിത് പറയുന്നത് കേട്ടോ, അച്ചാച്ചൻ്റെ അനുവാദത്തോടെ. 33 വയസ്സിൽ അദ്ദേഹം ആദ്യത്തെ ഒരു അബോർഷൻ, തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ഭാര്യയെ നിർബന്ധിച്ച് നശിപ്പിച്ചു കളഞ്ഞു. 2ാമത്തെ കുഞ്ഞിനെ നശിപ്പിച്ചു. 3ാമത്തത് ഒരു പെണ്ണായിരുന്നു. അവളുടെ വിവാഹത്തിന് ശേഷം അവളുടെ കുഞ്ഞിനെ ഒരു പ്രത്യേക കാരണത്താൽ വളർച്ച ശരിയല്ലെന്ന് പറഞ്ഞ് നശിപ്പിച്ചു. ഇയാൾ പറഞ്ഞു, എൻ്റെ പിള്ളേരെ പോലും ഞാൻ കളഞ്ഞിട്ടുണ്ട്, പിന്നെയാണോ നിങ്ങളെന്നും പറഞ്ഞ് അയൽക്കാരെ അബോർഷന് പ്രേരിപ്പിച്ചു. 5 അബോർഷൻ നടത്തിയ മനുഷ്യൻ 33 വയസ്സിന് ശേഷം 50 വർഷം ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ കരുണയോർത്ത് കരഞ്ഞിട്ടില്ല. ജീവിതം മുഴുവൻ തിക്കുമുട്ടലും ഭാരവും നിരാശയും അലർജിയുമായിട്ട് ആ മനുഷ്യൻ്റെ പോയി. 83-ാം വയസ്സിൽ ആ ചാച്ചൻ എനിക്കും 50, 56, 58, 56 വയസ്സിലൊക്കെയാണ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, എൻ്റെ മോനെ ഷാജി അച്ഛാ, ഇനി എന്നെങ്കിലും അച്ഛനെ കാണുമെന്ന് എനിക്കറിയില്ല, എന്നെ കണ്ടില്ലെങ്കിൽ ഓർത്തേക്കണം, ഞാൻ മരിച്ചത് സമാധാനത്തിലാണ്. 50 വർഷം അകത്തഴുക്കും വെച്ചുകൊണ്ട് ജീവിച്ചു. ദൈവത്തിൻ്റെ മുഖശോഭയിൽ ഇരിക്കാതെ നമുക്കൊരിക്കലും നമ്മുടെ അഴുക്ക് പിടികിട്ടത്തില്ല. ദൈവത്തിൻ്റെ മുഖശോഭയിൽ ഇരിക്കാതെ മനുഷ്യൻ്റെ പഞ്ചാര വർത്താനം കേട്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ആരൊക്കെയോ എന്തൊക്കെയോ ആണെന്ന് ആൾക്കാർ പറഞ്ഞു പറ്റിക്കും. എന്നാൽ ദൈവത്തിൻ്റെ മുഖശോഭയിൽ ഇരിക്കുമ്പം നമ്മുടെ അഴുക്ക്, രഹസ്യപാപങ്ങൾ വെളിപ്പെട്ട് കിട്ടും. സങ്കീർത്തനം 98. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ടൊരു കാര്യം പറയട്ടെ, നിങ്ങളിലാരും കൊലപാതകികളല്ലെന്ന് എനിക്ക് 100 വട്ടം ഉറപ്പാണ്. കടുത്ത വ്യഭിചാരത്തിൽ പോലും വീണവർ വളരെ കുറവല്ല ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ ചെറിയ പാപങ്ങളുള്ള നിങ്ങളോട് ഞാനൊരു സത്യം ചോദിക്കട്ടെ. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങളെ വഞ്ചിക്കരുത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ആരും കടുത്ത വ്യഭിചാരികളോ കൊലപാതകികളോ അല്ല. പക്ഷെ നമ്മുടെ ചെറിയ കുറവുകൾ. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടയ്ക്ക് നമ്മുടെ കുറവുകൾ അതുപോലെ സത്യസന്ധമായി അകവും പുറവും ഒരുപോലെ
ഒട്ടും മറയില്ലാതെ നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ കുമ്പസാരത്തിൽ ഇറക്കി വെച്ചു എന്ന് സ്വയം വഞ്ചിക്കാതെ പറയാൻ കഴിയുന്നവർ മാത്രം ഒന്ന് കരമുയർത്താവോ? എൻ്റെ കണ്ണ് അടിച്ചു പോയത് കൊണ്ടാണോന്ന് അറിയത്തില്ല, ആരുടെയും കൈ കാണുന്നില്ല. നോക്കിക്കേ, വ്യഭിചാരികളും കൊലപാതകികളും അല്ലാത്ത ഒരു നല്ല ജനത തങ്ങളുടെ ചെറിയ പാപങ്ങളിൽ പോലും മറയിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പാപികളാണെന്ന് ദൈവസന്നിധിയിൽ ശരിക്ക് സമ്മതിക്കാത്തതാണ് നമ്മുടെ പാപം. നമ്മൾ വ്യഭിചാരം ചെയ്തു പോയോ എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കുറവുണ്ടെന്ന് കൊച്ചു കുറവുകൾ വീണുപോയ നമ്മൾ സമ്മതിച്ചിട്ടില്ല. ദൈവമേ, അങ്ങയുടെ വിശുദ്ധിയാണ് എൻ്റെ മറയെന്ന് സത്യത്തിൽ ഏറ്റുപറഞ്ഞിട്ടില്ല. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. വടക്ക് പ്രദേശത്ത് ഒരു ധ്യാനത്തിന് പോയി. ധ്യാനത്തിൽ എല്ലാവരും വായിക്കോട്ട, വളരെ സമയമില്ല, വായിക്കോട്ട വിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഉറങ്ങുന്നു. ഉച്ചയാണ്, ഏപ്രിൽ മാസമാണ്. 5-8 വർഷം മുമ്പ് എനിക്ക് മടുപ്പ് വന്നു. പക്ഷേ മൂന്നാമത്തെ നിരയിൽ, തെറ്റിദ്ധരിക്കല്ലേ, മൂന്നാമത്തെ നിരയിൽ 4-ാമത്തെ നിരയിലിരിക്കുന്ന ഒരമ്മ മാത്രം വചനം എഴുതിയെടുക്കുന്നു, കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നൊക്കെ പറയുന്നു. എനിക്ക് സമാധാനമായി. എൻ്റെ പൊന്നോടേ തമ്പുരാനെ, ഇവരെല്ലാം വായിക്കോട്ടെ വിട്ടിരിക്കുന്നു, ഒരമ്മ മാത്രം വചനം എഴുതിയെടുക്കുന്നു, കണ്ണ് വെട്ടിക്കാതെ നോക്കി, എൻ്റെ കണ്ണിലേക്ക് നോക്കി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നു. സജലങ്ങളാകുന്ന വരികൾ വചനങ്ങൾ എഴുതിയെടുക്കുന്നു. നല്ല ഐശ്വര്യമുള്ളൊരമ്മ, മുടിയൊക്കെ ഇച്ചിരി നരച്ച. ഞാൻ ഇറങ്ങി വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, ഷാജിയച്ചാ ഭയങ്കര ചൂടായിരുന്നല്ലേ, മടുത്തു പോയോ? ഞാൻ പറഞ്ഞു, അച്ഛാ എന്നാ ചോദ്യമാ, എന്തൊരു മടുപ്പായിരുന്നെന്നറിയോ എൻ്റെ പൊന്നച്ചോ. മനുഷ്യരും ഒത്തിരി ക്ഷീണമായിരുന്നു അച്ചോ. പിന്നെ ഇത്രയും പരസ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി പേരും, എനിക്ക് അല്ലച്ച എന്ന് ഞാൻ പറയുകയല്ല അച്ഛാ, ഇത്രയും പരസ്യം, ഒത്തിരി കമാനങ്ങളും ബാനറും, പക്ഷേ 100-400 പേരേ ഉണ്ടായിരുന്നുള്ളല്ലോ. പക്ഷേ അച്ഛാ, ഒരു കാര്യം, ഒരമ്മ ആ അടിപൊളിയായി ധ്യാനിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു, ഷാജി അച്ഛാ, ചന്ദന കളർ സാരി എടുത്ത ഒരു അമ്മയാണോ? ഞാൻ പറഞ്ഞു, കറക്റ്റ്. ഞാൻ അച്ഛനാണ് മുഖം മാറ്റിയിട്ട് പറഞ്ഞേ, അതേ ഓർത്തിട്ട് അച്ഛൻ സന്തോഷിക്കേണ്ട, ഇവിടുത്തെ ജനത്തെ 3 മാറ്റിയത് ഈ തള്ളയാന്ന് പറഞ്ഞ് എനിക്ക് ഈ അച്ഛനോട് കലി വന്നിട്ട് ഞാൻ വല്ലാത്ത രീതിയിൽ അച്ഛനെ നോക്കി. എൻ്റെ പൊന്നച്ഛ, ഇങ്ങേര് ധ്യാനിക്കാനും വന്നില്ല, പരിസരത്ത് പോലും കണ്ടില്ല. ഇവരെല്ലാം വായിക്കോട്ടയും വിട്ട് കോട്ടുവായി വിട്ടിരുന്നപ്പം ഈ ഒരു അമ്മ മാത്രമാണ്. സത്യത്തിൽ ഈ അമ്മയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയേനെ. അത്ര മധുരമായി വചനം കേട്ട ഈ സ്ത്രീയെ കുറ്റം പറയാൻ അച്ഛനെ നാണമില്ലേ അച്ചോ എന്ന അർത്ഥത്തിൽ അച്ഛനെ നോക്കിയപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ നോട്ടം എനിക്ക് മനസ്സിലായി അച്ചോ എന്ന് പറഞ്ഞ്. അച്ഛനുണ്ടല്ലോ, അന്ത്യത്താഴത്തിന് ഈശോയുടെ മാറിലേക്ക് ചാഞ്ഞു ചെരിഞ്ഞ യോഹന്നാനെ പോലെ എൻ്റെ തോളത്തേക്ക് ചാഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ അച്ചോ, ഈ അമ്മയെ കാണുന്നവർക്കെല്ലാം ആദ്യം 3-ാം സ്വർഗത്തിലെത്തിയ അനുഭവം അച്ചോ. അച്ഛാ, ഇവിടെ ആദ്യത്തെ ഈ ധ്യാനത്തിൻ്റെ ഒരുക്ക ധ്യാനത്തിന് ആദ്യം വന്നത് 900-ൽ-പരം പേരാണ്. അന്ന് ഈ അമ്മ ഈ ഇടവക്കാരിയല്ല. അമ്മ ഇവിടെ വന്ന് കൂടി, എല്ലാവരെയും പരിചയപ്പെട്ടു. 2, 3, 4 ഒരുക്ക ധ്യാനത്തിനിടയ്ക്ക് ഈ ചേടുത്തി ആരോടൊക്കെ പരിചയപ്പെട്ടോ അവരെ തമ്മിൽ അകറ്റിയത് എന്നാ മറിവായി വന്നറിയത്തില്ല. എൻ്റെ അച്ഛൻ നോക്ക്, ഈ ഒറിജിനൽ ധ്യാനത്തിന് 400 പേരില്ല, ഒരുക്ക ധ്യാനത്തിന് 900 പേര് വന്ന സ്ഥലമാണ് ഇത്. ഈ ചേടുത്തി എല്ലാവരെയും തമ്മിൽ അകറ്റുവച്ചോ. എന്നാൽ ഈ ചേടുത്തിയോട് മിണ്ടുമ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ കവാടം വരെ എത്തുകയും ചെയ്യും. എന്ത് മറിമായി വന്ന് ഞാൻ ഓർത്ത് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുമോ? ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഇറ്റ് കനോട്ട് ബി. ബൈബിള് ഞാൻ തുറന്നപ്പം ഞാനൊരു വചനം കാണുക, വിശുദ്ധരെ, സുഭാഷിതങ്ങൾ 30:12 നിർദോഷരെ പോലെ ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയുകയും ചെയ്യാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. നിർദോഷരെ പോലെ ഭാവിക്കും. ഒരൊറ്റ പിടുത്തവും ആർക്കും കൊടുത്തിട്ടില്ല. ജീവിച്ചകാലം മുഴുവനും അടിപൊളിയായി നല്ല നിർമ്മലനെ പോലെ ജീവിച്ചു. ആർക്കും പിടിക്കാൻ ഒന്നും അവശേഷിച്ചിട്ടില്ല. അഴുക്കിൻ്റെ ഒരു അറ്റം പോലും അവശേഷിപ്പിച്ചിട്ടില്ല. ഒരു ലൂപ്പ് ഹോളുമില്ല. അവരെ പഴി പറയാൻ ഒന്നും അവർ അവശേഷിപ്പിച്ചിട്ടില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും കണ്ണിലുണ്ണി. തോമാച്ചനെ നോക്കി പഠിക്കുന്ന നാട്ടുകാർ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഹീസ് ആൻ എക്സംപ്ലറി, ഇടവകയുടെ മുത്താണ്. നിർദോഷരെ പോലെ ഭാവിക്കുകയും വർഷങ്ങൾ അകത്ത് അഴുക്ക് കഴുകിക്കളയാതെ ജീവിക്കാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് ബൈബിളാ. നിർദോഷരെ പോലെ ഭാവിക്കുകയും ആത്മാവ് കഴുകുകയും ചെയ്യാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുമുണ്ട്. സുഭാഷിതങ്ങൾ 30:12 നല്ല തിളങ്ങുന്ന കണ്ണുകളും പ്രകാശിക്കുന്ന മുഖവുമായി പഞ്ചാര പുഞ്ചിരിയുമായി നല്ല കുടിച്ച വെള്ളത്തിൽ മനുഷ്യരെ ആയുസ് മുഴുവൻ വഞ്ചിച്ചിട്ട് അകം കഴുകാതിരിക്കുന്നവർ നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ സർവ്വ സാധ്യതയുമുണ്ട്.
സുഭാഷിതങ്ങൾ 30:12 നിർദോഷരെ പോലെ ഭാവിക്കും. 1 തിമോത്തി 5:24, 1 തിമോത്തിയോസ് 5:24, 1 തിമോത്തിയോസ് 5:24. ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കപ്പെട്ടു. പറഞ്ഞേ, ചിലരുടെ പാപങ്ങൾ പറ ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കപ്പെട്ടു. പറഞ്ഞേ, ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക്. എല്ലാവരും പറയാമോ? ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കപ്പെട്ടു. ശരിയല്ലേ? ശരിയല്ലേ? നിങ്ങളുടെ വാർഡിലല്ലേ ഒരു മോഷണം ഉണ്ടായത്? ചേട്ടാ ആരായിരുന്നു കള്ളൻ? പറയത്തില്ല. പറഞ്ഞു അച്ഛ, ഇത് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. ഇല്ല, പറഞ്ഞു ആരാ? അച്ഛ മെല്ലച്ചാ. പിന്നെ സമക്ഷത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പറയാതിരുന്ന അച്ഛാ, നമ്മുടെ ജോൺ സാറിൻ്റെ മോൻ. ഞാൻ പറഞ്ഞു, മനുവോ? അച്ഛനെ അത്ഭുതപ്പെടേണ്ട അച്ഛാ, അവൻ അത്ര നല്ലവനൊന്നുമല്ല അച്ഛാ. അച്ഛർക്കൻ യൂത്തിന് വിളിച്ചാൽ വരത്തില്ല. എന്നാ നടപ്പ്! അയ്യോ, സിനിമാ നടനെ പോലെ പോക്കും വരും അച്ഛാ. ഇവനെ 5 വീട്ടിൽ കയറി മോട്ടിച്ചത് അച്ഛാ. പോലീസ് അവനെ പിടിക്കുമ്പം ഞാൻ അടുത്ത് നിൽപ്പുണ്ട് അച്ഛാ. ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ. ഞാനൊന്നും, അവൻ്റെ അഹങ്കാരത്തിന് അത് കിട്ടിയത് കുറഞ്ഞു പോയി. പോലീസ് എടുത്തിട്ട് അങ്ങ് ചാമ്പി. ഞാനൊന്നും പറഞ്ഞില്ല. അവന് രണ്ടെണ്ണം പറ കിട്ടേണ്ടതായിരുന്നു. അവന് 2 പിന്നെ പണ്ട് തന്നെ അവന് 2 ആരെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത് വരത്തില്ലായിരുന്നു. വചനം എന്നാ പറയുന്നത്? ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കപ്പെട്ടു. നിങ്ങൾ നേരെ ഇരുന്ന് കേട്ടേ. ചിലർക്ക് പാപത്തിൻ്റെ ശിക്ഷ അപ്പം തന്നെ കിട്ടി. ആ ചെറുക്കനെ പോലീസ് പിടിച്ചു, എടുത്തിട്ട് ചാമ്പി കണക്കായി പോയെന്ന് നമ്മളെല്ലാം പറഞ്ഞു. വചനം പറഞ്ഞേ, ചിലരുടെ പാപങ്ങൾ നേരെ ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിച്ചു. അവനെ പോലീസ് പിടിച്ചു, അവൻ്റെ കാര്യം കട്ടപ്പുകയായി, കണക്കായി പോയി. ഇനി വചനത്തിൻ്റെ ബാക്കി ബൈബിൾ തുറന്നു വരും, നോക്കിക്കേ. മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ സാവധാനമേ വെളിപ്പെടുകയുള്ളൂ. ഇത് നമ്മളെക്കുറിച്ചാണ്. മറ്റു ചിലരുടെ പാപങ്ങൾ സാവധാനമേ വെളിപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നതല്ല. ദൈവം മറയിട്ട് പിടിച്ചു. മനു പിടിക്കപ്പെട്ടു. നമ്മളെ കർത്താവ് മനു ചെയ്തതുപോലെയുള്ള പാപം, അവൻ ചെയ്തതുപോലെയുള്ള പാപം നമ്മളും ചെയ്തിട്ടുണ്ട്. പക്ഷേ വെളിച്ചത്ത് വന്നിട്ടില്ല. ഒരു കതക് നേരത്തെ തുറന്നിരുന്നെങ്കിൽ, ഒരു നിയമം നേരത്തെ മാറിയിരുന്നെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ സംവിധാനം വേറൊരു നിയമം പാസ്സാക്കിയിരുന്നെങ്കിൽ, ഒരൽപ്പം ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ പിടിക്കപ്പെടേണ്ട പല പാപങ്ങളും നമ്മളും ചെയ്തിരുന്നു. പക്ഷേ ദൈവം അതിനെ മൂടിക്കളഞ്ഞു. ദൈവത്തിൻ്റെ കരുണ നമ്മളെ മൂടി. മനു പിടിക്കപ്പെട്ടു, പോലീസ് അവനെ എടുത്തിട്ട് ചാമ്പി, നമ്മൾ പറയുന്ന കണക്കായിപ്പോയി. പക്ഷേ ദൈവം കരുണയോടെ സാവധാനം നമ്മുടെ പാപം മറച്ചു. ദൈവം പാപം മറച്ചു എന്ന് ബോധ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ധ്യാനം വിട്ട് എഴുന്നേറ്റ് പോകണം. ദൈവം മറച്ചില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിശുദ്ധരെ, ഞാൻ പെട്ടെന്നൊരു സംഗതി അല്പം മറച്ചെന്ന് പറയാം. ഒരു പാരിഷ് ഹോളിൻ്റെ മൂലയ്ക്ക്, വളരെ പെട്ടെന്ന് പറയാം, ഒരു പാരിഷ് ഹോളിൻ്റെ മൂലയ്ക്ക് ഒരു പെരുമഴയത്ത് ആ ഇടവകയിലെ ഒരു 45 വയസ്സുകാരൻ തൻ്റെ ശരീരത്തിൽ ഒരഴുക്ക് ചെയ്തു. ഞാനത് കൂടുതൽ പറയുന്നില്ല. ഒരു പാരിഷ് ഹോളിൻ്റെ മൂലയ്ക്ക് നിന്നൊരു മഴയത്ത് ഒരു ഇടവകക്കാരൻ മാസ്റ്റർബേറ്റ് ചെയ്ത്. എന്തുകൊണ്ടെന്നറിയത്തില്ല. പെട്ടെന്ന് പറയുക, വലിയൊരു പാരിഷ് ഹോളാണ്. അതിൻ്റെ മൂലയ്ക്ക് അവൻ്റെ കഷ്ടകാലം ആ സമയത്ത് ഒരു സ്ത്രീ കയറി വന്നു. ഒരു സ്ത്രീ കയറി വരുമ്പം ഇയാൾ തൻ്റെ ശരീരത്തിൽ പാപം ചെയ്യുകയാണ്. ഇതൊരു കഷ്ടമല്ലേ? ഇയാളങ്ങ് വെട്ടി വിയർത്ത്, അയാൾക്ക് എന്നാ പറ്റിയെന്നറിയത്തില്ല. മഴയും കാറ്റുമൊക്കെ വന്നപ്പോൾ ആ പാവം, അയാൾക്ക് എന്തോ ഒരു മനസ്സിൽ, അയാൾ ശരീരത്തിൽ പാപം ചെയ്തു, ഒരു അഴുക്ക് ചെയ്തു. ഒരു സ്ത്രീ അപ്പം കയറി വന്ന് പരീക്ഷ കൊണ്ട് മൂലയ്ക്ക് ഇയാൾ വെട്ടി വിയർത്ത് പോയില്ലേ അല്ല ഇയാളുടെ എല്ലാ ജീവിതവും. പിറ്റേന്ന് ഞായറാഴ്ചയാണ്, ഇയാൾ പള്ളി വന്നില്ല, കഥകടച്ചിരിക്കും. ഭയങ്കര ഇവള് പോയി പറയത്തില്ലേ, നാണക്കേടല്ലേ? കഥകിൽ മുട്ടുന്നത് കേട്ടിട്ട് തുറന്നപ്പം, എൻ്റെ ദൈവമേ, ഈ സാലിമ്മ ഒരു ചോറ്റുപാത്രമായിട്ട് നിൽക്കുന്നു. ബേവിച്ചായ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയാ, പായസം ഒന്നും പറഞ്ഞുകൊണ്ട് ഇവൻ കാലെടുത്ത് വെച്ചും പോയി, കഥക് തുറന്നും പോയി. അയ്യോ, ഇവൻ്റെ ചങ്കങ്ങോട്ട് വെട്ടി വിയർത്തിട്ട് ഈ ജാളിത മറച്ചിട്ട് ഈ ചേട്ടൻ ചോദിച്ചു, സാലിമേ, നീയല്ലേ ഈ കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് മഴയത്ത് പാരീഷ് ഹോളിലേക്ക് കയറി വന്നത്? സംശയം, ഇത്രയും ദൂരെ നിന്നല്ലേ കണ്ടത്? ഞാനായിരുന്നല്ലോ ചേട്ടാ, നീ എന്നെ കണ്ടില്ലേ? അവനെ അവൾ ചിരിച്ചോളൂ. പിന്നെ ഞാൻ കണ്ടില്ലേ, ചേട്ടനൊരു പ്രവൃത്തി ചെയ്യില്ലായിരുന്നു ചോദിച്ചു. അയ്യോ, ഇയാളെ ചങ്കങ്ങ് വെട്ടി വിയർത്ത് മത്തങ്ങ വെട്ടുന്ന പോലെ രണ്ടായിപ്പോയി. നാണം കെട്ടുപോയില്ലേ? ഇയാളിത് മറച്ചിട്ട് വീണ്ടും ചോദിച്ചു, സാലിമേ, നമ്മളെന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്നാ ചെയ്താലും എന്നാ, സാലിമയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നു ചോദിച്ചു. അപ്പോൾ ഇവള് പറഞ്ഞു, അതിന് ചേട്ടൻ ചുക്കിലി അടിക്കുകയല്ലായിരുന്നു ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഇയാളങ്ങ് ചുളിയാണ്, നാണം കളിയാക്കാന്നറിയാം. ഇയാൾ പറഞ്ഞു, എൻ്റെ സാലിമേ,
സാലിമേനെ കളിയാക്കല്ലോ, ഞാൻ ചുക്കിലി അടിക്കും. സാലിമയ്ക്ക് അറിയാമല്ലോ ഞാൻ ചുക്കിലി അടിക്കുമെന്നല്ലായിരുന്നു. കഷ്ടം, സാലിമ എന്താ എന്നെ ഒന്ന് വിളിക്കുക, എനിക്ക് ഭയങ്കര ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാലിമ പറഞ്ഞു, ചേട്ടന് തന്നെ പറ്റി ചേട്ടാ, ചേട്ടന് തന്നെ പറ്റി. എൻ്റെ ചേട്ടാ ഞാൻ കയറി വന്നപ്പം അച്ഛനെ നോക്കാൻ കയറി വന്നതാ, ഞാൻ എൻ്റെ കുഞ്ഞപ്പുറത്തുണ്ടായിരുന്നു. പരിശുവെള്ളങ്ങാനും ഉണ്ടോ എന്ന് നോക്കാൻ വന്നപ്പം ചേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടു. ഞാൻ നോക്കിയപ്പം ചേട്ടൻ മേളത്തെ ചുക്കിലി അടിക്കുന്നു. പിന്നെ ഞാൻ ചോദിച്ചില്ല, അച്ഛനോട് ഇല്ല, ഞാൻ ഇറങ്ങിപ്പോന്നു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി വിശുദ്ധരെ? ഈ പെണ്ണിൻ്റെ കണ്ണിൽ നമ്മുടെ ദൈവം ഒരു മറയിട്ട് കൊടുത്തു. ഈ പെണ്ണ് യഥാർത്ഥത്തിൽ കണ്ടത് ഈ മനുഷ്യൻ മുകളിലത്തെ ചുക്കിലി അടിക്കുന്നതാ. ഇയാൾ ചെയ്ത അഴുക്കല്ല, ദൈവം അതിൻ്റെ മേലെ ഒരു മറയിട്ടു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ നമ്മെ മറച്ച ദൈവമാണ് നമുക്ക്. അവൻ്റെ കരുണയോർത്ത് കരയണം, അവൻ്റെ കരുണയോർത്ത് കരയണം. ഈ വിശുദ്ധ വർഷത്തിലെ കുമ്പസാരം അതുകൊണ്ട് നമ്മുടെ 7ാം ക്ലാസ്സിന് ശേഷം നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അനുതപിക്കാത്ത എല്ലാ കാര്യങ്ങളെയും ഓർത്ത് ദൈവത്തിൻ്റെ കരുണയോർത്ത് കരയണം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പാപം എണ്ണിപ്പറഞ്ഞുള്ള കരച്ചിലല്ല. ഞാനിങ്ങനെ കുമ്പസാരിക്കുകയാണെന്നിരിക്കട്ടെ, അച്ഛാ ഞാൻ കുമ്പസാരിച്ചിട്ട് 8 ആഴ്ചയായി, ഞാൻ വചനം പ്രസംഗിക്കുന്ന ഒരു അച്ഛനാണ്, ഞാൻ ഡിവൈനിലൊക്കെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അച്ഛാ ഞാൻ ഒരുപാട് ചെറുപ്പക്കാർക്കൊക്കെ നന്മ ചെയ്തിട്ടുണ്ട്. അച്ഛാ ഞാൻ ശരിക്കും ദൈവം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്കൊരു തെറ്റ് പറ്റിയച്ചോ, അത് എനിക്ക് എനിക്കൊരു സമാധാനമില്ലച്ചോ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അച്ഛാ എനിക്ക് എല്ലാ കാര്യവും അറിയാം അച്ഛാ, ഞാൻ ഒത്തിരി മനുഷ്യരെ രക്ഷിച്ചതാണ്, എന്നാൽ എനിക്കൊരു തെറ്റച്ചാ, എനിക്ക് സത്യമായിട്ടും എനിക്ക് എൻ്റെ ആ പാപം എന്നെ ഉറക്കം കെടുത്തുന്നു. ഇത് അഹങ്കാരമാണ്, ഇത് അനുതാപമല്ല, ഇത് അഹങ്കാരമാണ്. നമ്മളേതാണ്ട് കുമ്പിൽ കിളുത്തവരെ പോലെ കുമ്പസാരിക്കരുത്. ദൈവത്തിൻ്റെ കരുണയോർത്ത് കരയണം. ഈ ബലിപീഠത്തിൽ കിടന്ന് പിഴച്ചാൽ പോലും എന്നെ ഒറ്റുകൊടുക്കാത്ത ദൈവത്തിൻ്റെ കരുണയോർത്ത് കരയണം. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യം, 2 കരങ്ങളും നെഞ്ചിൽ വയ്ക്കാം. 2 കരങ്ങൾ എല്ലാവരും കഴിയുമെങ്കിൽ എല്ലാവരും നിങ്ങളോട് അപേക്ഷിക്കുക, 2 കരങ്ങൾ നെഞ്ചിൽ വയ്ക്കുക. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യം. വചനമിതാണ്, പത്രോസ് കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. പറയാവോ? കർത്താവ് പത്രോസിന് എല്ലാവരും പറയാവോ? കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ എല്ലാവരും പറയാവോ? കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് സമ്മതിക്കത്തില്ല, എല്ലാവരും പറയാവോ? കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് ഇല്ലല്ല, അപ്പന്മാരും ചേർന്ന് പറ, എൻ്റെ ചെറുപ്പക്കാരും പറ, കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. ബൈബിളിലെ ഏറ്റവും കരുണയുള്ള വചനമായത് എന്നാണ് എൻ്റെ വിചാരം. ബൈബിളിലെ ഏറ്റവും കരുണയുള്ള വചനമാണ്. നിങ്ങൾ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കേ. ഈ വചനം സംഭവിച്ചപ്പോഴാണെന്നറിയാവോ? ഗെത്സമനിൽ വെച്ച് അവനെ കെട്ടിപ്പൂട്ടി വാരിക്കൂട്ടി താഴേക്ക് വലിച്ചെറിഞ്ഞപ്പം അവൻ്റെ വലത്ത് കണ്ണ് പൊട്ടിപ്പോയി. പൊട്ടിയ കണ്ണിലെ മുറിപ്പാടിലേക്ക് ചോരയും ഉപ്പ് കലർന്ന വിയർപ്പും ഇറങ്ങിയിട്ട് പ്രത്തോറിയത്തിൽ അന്തം വിട്ടു നിൽക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തിയവൻ അവിടെ നിന്ന് നക്ഷത്രമെണ്ണി. ഈ ഭൂമിയുടെ കറക്കത്തിന് ഒപ്പുവെച്ചവൻ, ഈ ഭൂമിയുടെ കറക്കത്തിന് ഒപ്പുവെച്ച ദൈവപുത്രൻ അവിടെ നിന്ന് തലകറങ്ങി. രവിവർമ്മ വരച്ച ചിത്രം പോലെ അവൻ്റെ ചോരയും പഴുപ്പും മാംസത്തുണ്ടുകളും ചെതറി വീണിട്ട് പ്രത്തോറിയം രക്തക്കളമായി ഗബ്ബാത്ത മാറി. ഒരു യാചകനും കെഞ്ചാത്തതുപോലെ അവൻ്റെ ഉടുതുണി അരയിൽ നിന്നും ഉരിഞ്ഞു പോകാതിരിക്കാൻ പ്രാണനെ പടയുന്ന വേദനയോടെ ദൈവപുത്രൻ പടയാളികളുടെ മുമ്പിൽ നിന്ന് കെഞ്ചി. അടിച്ച് ചതയ്ക്കപ്പെട്ടവൻ്റെ മുഞ്ഞിയും മോന്തയും കാലും മന്തിനെ തോപ്പിക്കുന്നത് പോലെ വിങ്ങി വീർത്തിട്ട് അവൻ്റെ രോമകൂപങ്ങൾ പോലും രക്തം പൊടിഞ്ഞിട്ട് അവൻ്റെ രോമത്തെ പോലും കൺപീലി പോലും അനക്കാൻ പറ്റാത്ത വിധം അവൻ്റെ കണ്ണുകളൊക്കെ നീരിനകത്ത് തേനീച്ചയുടെ വലിപ്പത്തിൽ ഒളിച്ചു. വികൃത രൂപിയായി നിൽക്കുന്ന കർത്താവിന് കണ്ണ് വെട്ടിക്കാൻ പോലും ആവതില്ല. അവിടെയാണ് മരണം കഴുകനെ പോലെ മുമ്പിൽ വന്ന് കൊത്തിപ്പറിക്കുമ്പം എല്ലാം കൈവിട്ടവൻ. പിന്നെ പത്രോസ് തള്ളിപ്പറഞ്ഞതാണോ വലിപ്പം? ബൈബിള് പറയുക, ഒരു ചെറുവിരൽ അനക്കാൻ പറ്റാതെ പിടഞ്ഞ മനുഷ്യപുത്രൻ കാലുമാറ്റിച്ച വെട്ടി, കണ്ണ് വെട്ടിച്ചല്ല, വെറുതെ കഴുത്ത് വെട്ടിച്ചല്ല, അവൻ കാല് മാറ്റിച്ച വെട്ടി പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. ഈ രാത്രി നമ്മുടെ പൊന്നുമിശിഹ യേശുവ ജീസസ് ഓഫ് നാസറത്ത് കർത്താവ് തൻ്റെ കാല് മാറ്റിച്ചവിട്ടി. ഈ പ്രപഞ്ചത്തെ അമ്മാനമാടുന്നവൻ, മുറിവേറ്റ് പിടഞ്ഞവൻ കാല് മാറ്റിച്ചവിട്ടി പ്രാണവേദനയോടെ തിരിഞ്ഞ് നിന്റെ നേരെ വന്ന് നിന്നെ ഒന്ന് നോക്കുന്ന രാത്രിയാണിത്. ബൈബിള്
ആത്മാർത്ഥമായിട്ട് പറയുക. ആ നോട്ടം കഴിഞ്ഞപ്പം ശിമയോൻ പുറത്തുപോയി മനം നൊന്ത് കരഞ്ഞു. ബൈബിള് പഠിച്ചവർ പറയുക, ആ നോട്ടത്തിൽ വെറുപ്പില്ലായിരുന്നു, ആ നോട്ടത്തിൽ ക്രൗര്യമില്ലായിരുന്നു, മിശിഹായുടെ ആ നോട്ടത്തിൽ വിധിയില്ലായിരുന്നു, പരിഹാസമില്ല. തന്നെപ്പോലെ ഒരു പേട്ട് കിളവനെ ആണല്ലോടോ ഞാൻ വിശ്വസിച്ചത്. എന്നെ പറഞ്ഞാൽ മതി. മിശിഹ പരിതപിച്ചില്ല, കളിയാക്കിയില്ല, കുറ്റപ്പെടുത്തിയില്ല. ശിമയോൻ തിബേരിയസിന്റെ കടത്തീരത്ത് വെച്ച് നാളെ കഴിഞ്ഞ് തന്നെ എനിക്കൊന്ന് കാണാനുണ്ട്, അന്നെനിക്ക് കണക്ക് തീർക്കാനുണ്ട്. വീരവാദം പറഞ്ഞില്ല, പേടിപ്പിച്ചില്ല. ഏറ്റവും നിർമ്മലനായ ഒരുവനെ നോക്കുന്നത് പോലെ പിഴകെട്ട് നിന്ന പത്രോസിനെ നിർമ്മല നയനങ്ങളോടെ ക്രിസ്തു നോക്കി. ഒരു പഴിയുമില്ലാത്ത ആ നിർമ്മല നോട്ടം, ആ കരുണയുള്ള നോട്ടം ശിമയോനെ അനുതാപിയാക്കി മാറ്റി. നമുക്ക് രണ്ട് കരങ്ങളും നെഞ്ചിൽ വെക്കാം, കണ്ണടച്ച് പിടിക്കാം. കണ്ണുകളോട് അടച്ചു പിടിക്കാം. കണ്ണുകൾ അടച്ചു പിടിക്കാം. നോക്കിലേ ശോകസൗമ്യതയാൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു. ആത്മതാപം ഏറ്റു ശിമയോൻ കണ്ണുനീർ വാർത്തു. നോക്കിലേ ശോക സൗമ്യതയാൽ ആഴങ്ങളെ യേശു പുൽകി നിന്നു. ആത്മതാപം ഏറ്റു ശിമയോൻ കണ്ണുനീർ വാർത്തു.